ഹായ് ഓൾ, നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 3 ആണ്. കൺട്രോൾ എഞ്ചിനീയറിങ്ങിനെ സംബന്ധിച്ചിടത്തോളം മൊഡ്യൂൾ 3ൽ വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. മുൻ വർഷങ്ങളിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ടൈപ്പ് നമ്പർ ഓഫ് എ സിസ്റ്റം? ഒരു 3 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ. എന്തായിരുന്നു ടൈപ്പ് നമ്പർ? പലപ്പോഴും പല ആളുകൾക്കും തെറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓർഡറും ടൈപ്പും വേണമെങ്കിൽ ഇതേ ചോദ്യം ആ രീതിയിലും ചോദിക്കാം. ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോൾസ് അറ്റ് ദി ഒറിജിൻ. മാറിപ്പോവരുത്, ഒരുപാട് ആളുകൾ തെറ്റിക്കുന്നുണ്ട്. ഇവിടെ പറയേണ്ടത് ടൈപ്പ് നമ്പർ മീൻസ് നമ്പർ ഓഫ് പോൾസ് അറ്റ് ഒറിജിൻ. നമ്പർ ഓഫ് പോൾസ് അറ്റ് ഒറിജിൻ. അപ്പം ഓർഡർ എന്ന് പറഞ്ഞാലോ, ഡിനോമിനേറ്ററിലെ എസിൻ്റെ ഹയസ്റ്റ് പവറാണ് ഓർഡർ. മാറിപ്പോവരുത്, കൃത്യമായി പഠിച്ചു വയ്ക്കുക. ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോൾസ് അറ്റ് ദി ഒറിജിൻ ആണ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിലെ എസിൻ്റെ ഹയസ്റ്റ് പവർ. ക്ലിയർ ആണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ ഫോളോയിങ്. റൈസ് ടൈം, പീക്ക് ടൈം, പീക്ക് ഓവർഷൂട്ട്. റൈസ് ടൈം എന്തായിരുന്നു? ഒരു സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് 0 മുതൽ 100% വരെ എത്താൻ എടുക്കുന്ന സമയമാണ് റൈസ് ടൈം എന്ന് പറയുന്നത്. പീക്ക് ടൈം എന്ന് പറഞ്ഞാലോ, ഒരു സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് അതിൻ്റെ പീക്ക് വാല്യൂവിൽ എത്താൻ എടുക്കുന്ന സമയമാണ് പീക്ക് ടൈം എന്ന് പറയുന്നത്. എന്നാൽ പീക്ക് ഓവർഷൂട്ട് എന്ന് പറഞ്ഞാലോ, ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പീക്ക് വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ ടു ദി ഫൈനൽ വാല്യൂ, അല്ലേ? അതായത് പീക്ക് വാല്യൂ മെഷേർഡ് വാല്യൂ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്. നമ്മളിത് 3ൻ്റെയും നോൺസിയൻ ഗ്രൂപ്പ് തന്നിട്ടുണ്ട്, പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ട്രാൻസിയൻറ്റ് റെസ്പോൺസ് ആൻഡ് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ്. എന്തായിരുന്നു ട്രാൻസിയൻറ്റ് റെസ്പോൺസും സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസും? ട്രാൻസിയൻറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് ഒരു പോയിൻ്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ചേഞ്ച് ചെയ്യുക. എപ്പോഴേ? ടൈം 0 മുതൽ ഇൻഫിനിറ്റി വരെ വാരി ചെയ്യുമ്പോൾ. നമ്മളുടെ 3ാമത്തെ മൊഡ്യൂളിൻ്റെ നോട്ട്സിലെ 2ാമത്തെ പേജിലുള്ള ഒരു കണ്ടൻ്റാണിത്. അതായത് ഒരു സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ്, അതായത് ടൈം 0 മുതൽ ഇൻഫിനിറ്റി വരെ ചേഞ്ച് ചെയ്തു. ഈ സമയത്ത് ഒരു സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു വാല്യൂവിലേക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രാൻസിയൻറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത്. എന്നാൽ അതേ സമയത്ത് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞാലോ, സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് 0ൽ നിന്ന് ഇൻഫിനിറ്റിയിലോട്ട് ചേഞ്ച് ചെയ്യുമ്പം ഔട്ട്പുട്ട് എന്തായി വരിക? സ്റ്റഡി വാല്യൂ ആയിട്ട് മാറുക. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് ഒരു സിസ്റ്റത്തിൻ്റെ ഈ ഒരു ട്രാൻസിയൻറ്റും സ്റ്റഡി സ്റ്റേറ്റും മനസ്സിലാക്കാൻ ഞാനിവിടെ 2 സിഗ്നലുകൾ വരയ്ക്കാം. 2 സിഗ്നലുകൾ. ഈ 2 സിഗ്നലും നിങ്ങൾക്ക് വളരെ ഫെമിലിയറാണ്. ഒരു സിഗ്നൽ ഇതാണ്, അടുത്ത സിഗ്നൽ ഇതാണ്. ഈ 2 സിഗ്നലും നിങ്ങൾക്ക് ഫെമിലിയർ അല്ലേ? ആദ്യത്തെ സിഗ്നൽ സ്റ്റെപ്പ് സിഗ്നലാണെന്ന് നിങ്ങൾക്കറിയാം, രണ്ടാമത്തത് റാമ്പ് സിഗ്നലാണെന്ന് അറിയാം. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ ഈ 2 സിഗ്നലുകളും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 0യിലാണ് ആണല്ലോ. 0ൽ നിന്ന് ടൈം ഇൻഫിനിറ്റിയിലോട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇവിടെ സ്റ്റെപ്പ് സിഗ്നലിൽ സംഭവിക്കുന്നത് എന്താ? സ്റ്റെപ്പ് സിഗ്നൽ കോൺസ്റ്റൻ്റ് ആണ്, സ്റ്റഡി ആയിട്ട് നിൽക്കുക ആണല്ലോ. അതേ സമയത്ത് റാമ്പിൻ്റെ അവസ്ഥ എന്താ? റാമ്പ് ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റ് വന്നു, അടുത്ത ഒരു പോയിന്റിലോട്ട് അത് ടൈം ചേഞ്ച് ചെയ്യുമ്പം ഇവിടെ വരുന്ന ഈ ഒരു വാല്യൂവിൽ എന്ത് വരുന്നുണ്ട്? മാറ്റം വരുന്നുണ്ട്. ട്രാൻസിയൻ്റ് ആണ് അല്ലേ? ട്രാൻസിയൻ്റ് മീൻസ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നാച്ചർ ആണല്ലോ. അപ്പം ട്രാൻസിയൻറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ദ പാർട്ട് ഓഫ് ദ റെസ്പോൺസ് ചേഞ്ചസ് ആസ് ടൈം ടെൻസ് ടു ഇൻഫിനിറ്റി, അല്ലെങ്കിൽ ടൈം ചേഞ്ച് ചെയ്യുന്നു, അതിനനുസരിച്ച് റെസ്പോൺസിലും ഒരു ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെയാണ് ട്രാൻസിയൻറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത്. സിമിലർലി ഈ സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് പറഞ്ഞാലോ, സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട്
സീറോയിൽ തുടങ്ങി ഇൻഫിനിറ്റിയിലോട്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് സ്റ്റഡി ആവുക, കോൺസ്റ്റൻ്റ് ആവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത്. കിട്ടിക്കാണും, ഓക്കെ ആണ് എന്ന് തന്നെ വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ക്രിട്ടിക്കൽ ഡാമ്പിംഗ്. നമ്മൾ അന്ന് കഴിഞ്ഞൊരു ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ദ ഡാമ്പിംഗ് റേഷ്യോ സീറ്റ ഈക്വൽ ടു ആക്ച്വൽ ഡാമ്പിംഗ് ടു ദി ക്രിട്ടിക്കൽ ഡാമ്പിംഗ് അല്ലേ. നമുക്കറിയാം ഡാമ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്കും എന്താണ് ഡാമ്പിംഗ് റേഷ്യോ പറയുന്നത്. എന്നിട്ട് ക്രിട്ടിക്കൽ ഡാമ്പിങ്ങിലേക്ക് വരാം. ഡാമ്പിംഗ് റേഷ്യോയുടെ ഡെഫിനിഷൻ എങ്ങനെയാണ്? ഇറ്റ് ഈസ് എ ഡയമെൻഷൻലെസ് ഫാക്ടർ ദാറ്റ് ഇൻട്രൊഡ്യൂസ്, എന്തായിരുന്നു പറഞ്ഞത്? യെസ്, എക്സ്റ്റേണലായിട്ട് ഒരു ഡിസ്റ്റർബൻസ് ഒരു സിസ്റ്റത്തെ എഫക്റ്റ് ചെയ്യുമ്പം ഈ പറയുന്ന സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് അല്ലെങ്കിൽ ഔട്ട്പുട്ടിൽ ഒരു ചേഞ്ച് വരും. എങ്ങനെയുള്ള ചേഞ്ച്? നമ്മൾ സാധാരണഗതിയിൽ ഒരു സിസ്റ്റത്തിൻ്റെ ഓസിലേഷൻസ് അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇതാണ് നോർമലി ഒരു സിസ്റ്റത്തിൻ്റെ ഓസിലേഷൻസ്. ഇവിടേക്ക് എക്സ്റ്റേണലായിട്ട് ഒരു ഡിസ്റ്റർബൻസ് വരുമ്പം എങ്ങനെ സംഭവിക്കും? ഈ സിസ്റ്റത്തിൻ്റെ ഓസിലേഷൻസ് ഒന്നുകിൽ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിൻ്റെ ഓസിലേഷൻസ് എങ്ങനെ വരും? കുറഞ്ഞുകൊണ്ടേയിരിക്കും, ഇങ്ങനെ കുറയും. മനസ്സിലായോ? ഈ ഒരു ഫിനോമിനയാണ് പൊതുവെ നമ്മൾ ഡാമ്പിംഗ് എന്ന് പറയുന്നത്. ഈ ഡാമ്പിംഗ് റേഷ്യോ അഥവാ ഡാമ്പിംഗ് റേഷ്യോയുടെ ബേസിൽ നമ്മൾ സിസ്റ്റത്തെ 4ആയി ക്ലാസിഫൈ ചെയ്തിരുന്നു. ഒന്ന് അൺഡാംപ്ഡ്, അണ്ടർ ഡാംപ്ഡ്, ക്രിട്ടിക്കലി ഡാംപ്ഡ്, ഓവർ ഡാംപ്ഡ്. അൺഡാംപ്ഡ് ആണെങ്കിൽ സീറ്റ ഈക്വൽ ടു 0 ആയിരുന്നു. അണ്ടർ ഡാംപ്ഡ് ആണെങ്കിൽ 0ക്കും 1നും ഇടയിലായിരുന്നു. സീറ്റയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഓവർ ഡാംപ്ഡ്, സീറ്റ ഈക്വൽ ടു 1 ആണെങ്കിൽ ക്രിട്ടിക്കലി ഡാംപ്ഡ്. ഇങ്ങനെയാണ് നമ്മൾ ഡാമ്പിംഗ് റേഷ്യോയെ നമ്മൾ എന്ത് ചെയ്തത്? ഡിഫൈൻ ചെയ്തത് അല്ലെങ്കിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്തത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചോദിച്ചത് എന്താ? ക്രിട്ടിക്കൽ ഡാമ്പിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഈ അണ്ടർ ഡാംപ്ഡിനും ഓവർ ഡാംപ്ഡിൻ്റെയും ഇടയിൽ നിൽക്കുന്നതാണ് ഈ പറയുന്ന ക്രിട്ടിക്കൽ ഡാമ്പിംഗ്. അപ്പോൾ ഒരു സിസ്റ്റം ക്രിട്ടിക്കലി ഡാംപ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ഓസിലേഷൻസ് ഒന്നും ഉണ്ടാവില്ല. അതായത് ഒരു ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഒരു സിഗ്നൽ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഫൈനൽ പൊസിഷനിലേക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ അതെന്ത് ചെയ്യുന്നു? എത്തിച്ചേരും. മനസ്സിലായോ? അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? ഡിഫൈൻ ക്രിട്ടിക്കൽ ഡാമ്പിംഗ്. ക്രിട്ടിക്കൽ ഡാമ്പിങ്ങിൻ്റെ ഡെഫിനിഷനാണ് ചോദിച്ചത്. ഡിഫൈൻ ക്രിട്ടിക്കൽ ഡാമ്പിങ്ങിൻ്റെ ഡെഫിനിഷൻ ഏതാണ്? ഇറ്റ് ഈസ് ദ ത്രഷോൾഡ് ഓർ ദ ബോർഡർ ബിറ്റ്വീൻ അണ്ടർ ഡാംപ്ഡ് സിസ്റ്റം ആൻഡ് ഓവർ ഡാംപ്ഡ് സിസ്റ്റം. അണ്ടർ ഡാംപ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0ക്കും 1നും ഇടയിൽ. ഓവർ ഡാംപ്ഡ് സിസ്റ്റം എന്ന് വെച്ചാൽ നമുക്കറിയാം സീറ്റയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 അല്ലേ. നമ്മൾ അന്ന് ആ ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു ഊഞ്ഞാലിൻ്റെ കേസ് പറഞ്ഞിരുന്നു. ഊഞ്ഞാൽ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ആടിക്കൊണ്ടിരുന്ന ഊഞ്ഞാൽ. തുടക്കത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒരു കുട്ടിയെ ഇരുത്തിയിട്ട് നമ്മൾ ഊഞ്ഞാലാട്ടുന്ന സമയത്ത് തുടക്കത്തിൽ നല്ല സ്പീഡിലായിരിക്കും അത് പോവുക അല്ലേ. പിന്നെ നമ്മൾ ആട്ടുന്നേ ഇല്ലെങ്കിൽ അതിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ശരിക്കും അവിടെ എന്താ സംഭവിക്കുന്നത്? ഇനീഷ്യൽ ഒരു സഫീഷ്യൻ്റായ എനർജിയിലായിരുന്നു ഈ പറയുന്ന ഊഞ്ഞാൽ മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു ടൈം കഴിയുമ്പം എന്താ അവിടെ സംഭവിക്കുന്നത്? ആ എനർജിയിൽ ഒരു ലോസ് സംഭവിക്കും. ആ എനർജി ലോസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഡാമ്പിംഗ് എന്ന് പറയുന്ന സംഭവം. അപ്പം ക്രിട്ടിക്കൽ ഡാമ്പിംഗ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിൽ ഒരു ഓസിലേഷനും ഇല്ലാതെ ഒരു സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് പെട്ടെന്ന് എന്ത് ചെയ്യുക? ഫൈനൽ വാല്യൂവിലേക്ക് എത്തുവാണെങ്കിൽ അതിനെയാണ് ക്രിട്ടിക്കൽ ഡാമ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രിട്ടിക്കൽ ഡാമ്പിങ്ങിൻ്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ എഴുതേണ്ടത് ഇറ്റ് ഈസ് ദ ത്രെഷോൾഡ് ബിറ്റ്വീൻ അണ്ടർ ഡാംപ്ഡ് സിസ്റ്റംസ് ആൻഡ് ഓവർ ഡാംപ്ഡ് സിസ്റ്റം. അതായത് കുറഞ്ഞ സമയം കൊണ്ട് ഒരു സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് ഫൈനൽ വാല്യൂവിലേക്ക് എത്തും. നിങ്ങൾക്കതിൻ്റെ ഒരു കാര്യം മനസ്സിലാവാൻ ഏറ്റവും നല്ലത് നമ്മൾ അണ്ടർ ഡാംപ്ഡും ഓവർ ഡാംപ്ഡും ക്രിട്ടിക്കലി ഡാംപ്ഡിൻ്റെയും ഡെറിവേഷൻ ചെയ്തിട്ട്
അതിലൊരു ഗ്രാഫ് വരച്ച് വെച്ചിട്ടുണ്ട്. ആ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ ഗ്രാഫ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ അണ്ടർ ഡാംപ്ഡ് സിസ്റ്റം ആണെങ്കിൽ അതിൻ്റെ ഓസിലേഷൻസ് വരുന്നത് ഏകദേശം ഈ ഒരു ഫോമിലായിരിക്കും. ഞാൻ ഇവിടെ ഒന്ന് വരയ്ക്കാം. അതായത് ഇങ്ങനെയായിരിക്കും നമ്മുടെ അണ്ടർ ഡാംപ്ഡ് സിസ്റ്റത്തിൽ വരുന്ന ഓസിലേഷൻസ്. അപ്രോക്സിമേറ്റ്ലി ഈ ഒരു ഫോം. അതായത് ഓസിലേഷൻസിൽ ഒരു ഡീകേ സംഭവിച്ച് കുറഞ്ഞ് അവസാനം വളരെ സമയമെടുത്തിട്ടാണ് ഈ പറയുന്ന നമ്മുടെ ഫൈനൽ വാല്യൂ അല്ലെങ്കിൽ ഈ ഒരു ഇക്വിലിബ്രിയം വാല്യൂവിലേക്ക് എത്തുന്നത്. എന്നാൽ അതേ സമയത്ത് ക്രിട്ടിക്കലി ഡാംപ്ഡിൻ്റെ കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയായിരിക്കും വരിക. ഇതാണ് നമുക്ക് ഫൈനലി എത്തേണ്ട വാല്യൂ എങ്കിൽ വളരെ പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോകും. ആ ഒരു ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. അതാണ് നമ്മുടെ ഈ അണ്ടർ ഡാംപ്ഡും ക്രിട്ടിക്കൽ ഡാംപ്ഡും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഓവർ ഡാംപ്ഡ് എന്ന് പറയുമ്പം ചെറിയൊരു വ്യത്യാസം ഇങ്ങനെയായിരിക്കും അത് പോവുക. അത് നമുക്ക് പഠിക്കാനില്ല, അതുകൊണ്ടാണ് അത് പറയാനുള്ളത്. അപ്പം ഇതാണ് ക്രിട്ടിക്കലി ഡാംപ്ഡ്. ഇപ്പം ഡെഫിനിഷൻ ചോദിച്ചാൽ എന്തെഴുതേണ്ടത്? ഇറ്റ് ഈസ് ദ ത്രെഷോൾഡ് ബിറ്റ്വീൻ അണ്ടർ ഡാംപ്ഡ് ആൻഡ് ഓവർ ഡാംപ്ഡ്. അത് അതേ സമയത്ത് അവിടെ പറയുന്നുണ്ട് നമ്മുടെ ക്രിട്ടിക്കൽ ഡാമ്പിങ്ങിൻ്റെ കേസിൽ അവിടെ എന്താ സംഭവിക്കുക? ഒരു സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് എന്ത് ചെയ്തു? ഇക്വിലിബ്രിയം പൊസിഷൻസിലേക്ക് എത്തും വളരെ പെട്ടെന്ന് തന്നെ. മനസ്സിലായല്ലോ? അത് നമ്മൾ നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ക്രിട്ടിക്കൽ ഡാമ്പിങ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ത്രെഷോൾഡ് ബിറ്റ്വീൻ അണ്ടർ ഡാംപ്ഡ് സിസ്റ്റം and over damped system. Critical damping is defined as is the threshold between under damped system and over damped system. അടുത്തൊരു പോയിന്റ് കൂടെ നോട്ട് ചെയ്തോളൂ. In case of critical damping, the oscillator returns to equilibrium position. Oscillator returns to equilibrium position as quickly as possible without oscillations. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ അണ്ടർ ഡാംപ്ഡ് സിസ്റ്റത്തിൽ ഇവിടെ ഓസിലേഷൻസ് ഉണ്ട് അല്ലേ? ഓസിലേഷൻസിൽ ഡീകേ സംഭവിച്ചിട്ടാണ് ഈ പറയുന്ന ഫൈനൽ വാല്യൂവിലേക്ക് എത്തുന്നത്. എന്നാൽ ക്രിട്ടിക്കലി ഡാംപ്ഡിൻ്റെ കേസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും അവിടെ എന്തില്ല? There is no oscillations. ഓസിലേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഇല്ല. ഓക്കെ ആണല്ലോ? വളരെ പ്രധാനപ്പെട്ടതാണ്, പഠിച്ചു വയ്ക്കാം. കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം. ക്ലിയർ ആണ് എന്ന് തന്നെ വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്നാണ്. കോപ്പി ചെയ്തിരുന്ന മിസ്റ്റേക്കാണ്. ഡിറൈവ് ദി സ്റ്റഡി സ്റ്റേറ്റ് എറർ ഇൻ ടേംസ് ഓഫ് KP, KV, KA ഫോർ എ ടൈപ്പ് 2 സിസ്റ്റം. ടൈപ്പ് 2 സിസ്റ്റം ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യും? ഡിറൈവ് ദി സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്നാണ് ചോദിച്ചത് അല്ലേ? അപ്പം ടൈപ്പ് 2 സിസ്റ്റമാണ് ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. നമുക്കറിയാം KP, KV, KA പൊസിഷണൽ എറർ കോയിഫിഷ്യൻ്റ്, വെലോസിറ്റി എറർ കോയിഫിഷ്യൻ്റ്, ആക്സിലറേഷൻ എറർ കോയിഫിഷ്യൻ്റ്. ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സ്റ്റെപ്പ് ഇൻപുട്ടാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അവിടെയാണ് നിങ്ങൾ KP വരുന്നത്. അതായത് ലിമിറ്റ് s→0 g(s) × h(s). ഇനി അടുത്തത് ഈ പറയുന്ന റാമ്പ് ഇൻപുട്ട് കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? KV, അതായത് ലിമിറ്റ് s→0 s × g(s) h(s) കിട്ടുന്നത്. ഇനി പാരാബോളിക്കായ ഇൻപുട്ട് നിങ്ങൾ സബ്ജക്റ്റ് ചെയ്യുമ്പോഴാണ് വെലോസിറ്റി എറർ കോയിഫിഷ്യൻ്റ് ലിമിറ്റ് s→0 s × g(s) h(s) കിട്ടുന്നത് ആണല്ലോ. ഇവിടെ നിങ്ങളോട് പറഞ്ഞ് ടൈപ്പ് 2 സിസ്റ്റമാണ് ചെയ്യാൻ പറഞ്ഞത്. നമുക്കറിയാം g(s) × h(s) എന്ന് പറഞ്ഞാൽ k ×
എസ് പ്ലസ് സെറ്റ് വൺ ഇൻറ്റു എസ് പ്ലസ് സെറ്റ് ടു എക്സെട്ര എസ് പ്ലസ് സെറ്റ് എം ഡിവൈഡഡ് ബൈ എസ് റേസ് ടു എൻ ഇൻറ്റു എസ് പ്ലസ് പി വൺ ഇൻറ്റു എസ് പ്ലസ് പി ടു എക്സെട്ര എസ് പ്ലസ് പി എൻ. ഇതായിരുന്നു നമ്മളുടെ സ്റ്റാൻഡേർഡ് ഫോം. ഇവിടെ നിങ്ങളോട് പറഞ്ഞത് ടൈപ്പ് 2 സിസ്റ്റമാണ് അല്ലേ? ടൈപ്പ് 2 സിസ്റ്റം. അപ്പോൾ ഈ ടൈപ്പ് 2 സിസ്റ്റം എന്ന് പറയുമ്പം എന്താ വ്യത്യാസം? ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ 2 ആയിട്ട് മാറും. അപ്പം നമ്മുടെ ജി ഓഫ് എസ് എച്ച് ഓഫ് എസ് എന്തായിട്ട് മാറും? ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എസ് പ്ലസ് സെറ്റ് വൺ ഇൻറ്റു എസ് പ്ലസ് സെറ്റ് ടു എക്സെട്ര എസ് പ്ലസ് സെറ്റ് എം ഓൾ ഡിവൈഡഡ് ബൈ, ഇവിടെ എന്നിന് 2 കൊടുത്താൽ എസ് സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് പി വൺ ഇൻറ്റു എസ് പ്ലസ് പി ടു എക്സെട്ര എസ് പ്ലസ് പി എൻ എന്ന് വരും. ആണല്ലോ. അപ്പം നമുക്ക് എന്ത് കിട്ടി? ജി ഓഫ് എസ് എച്ച് ഓഫ് എസ് കിട്ടി. ഇത് വെച്ച് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാം? കെ പി, കെ വി, കെ എ. ആദ്യത്തെ ശ്രദ്ധിച്ചോ. കെ പി എന്താ വരിക? ലിമിറ്റ് എസ് ടെൻസ് ടു 0 ഈ ഒരു ഫംഗ്ഷൻ അല്ലേ? ഈ ഒരു ഫംഗ്ഷൻ നമ്മുടെ തൽക്കാലം എഴുതുന്നില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇത് എഴുതാം. കെ ഇൻറ്റു എസ് പ്ലസ് സെറ്റ് വൺ ഇൻറ്റു എസ് പ്ലസ് സെറ്റ് ടു എക്സെട്ര എസ് പ്ലസ് സെറ്റ് എം ഓൾ ഡിവൈഡഡ് ബൈ, ഇവിടെ എസ് സ്ക്വയർ അല്ലേ? എസ് സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് പി വൺ ഇൻറ്റു എസ് പ്ലസ് പി ടു എക്സെട്ര എസ് പ്ലസ് പി എൻ എന്ന് വരും. ആണല്ലോ. ഇനി നമുക്ക് എസ്സിന് വാല്യൂ കൊടുക്കാം. എസ്സിന് വാല്യൂ കൊടുത്താൽ എന്താ വരിക? കെ ഇൻറ്റു, ഇവിടെ എസ് പ്ലസ് എസ്സിന് 0 കൊടുത്താൽ 0 പ്ലസ് സെറ്റ് വൺ സെറ്റ് ടു എക്സെട്ര സെറ്റ് എം ഓൾ ഡിവൈഡഡ് ബൈ, ഇവിടെ എസ് സ്ക്വയറാണ്. എസ്സിന് 0 കൊടുത്താൽ 0 സ്ക്വയർ 0 ഇൻറ്റു ഇവിടെ എന്ത് വരും? പി വൺ പി ടു എക്സെട്ര പി എൻ എന്ന് വരും അല്ലേ? അപ്പോൾ ഈ ഒരു ഇതെന്തായാലും കോൺസ്റ്റൻസ് ആണ്. ബൈ 0 ചെയ്താൽ എപ്പോഴും വാല്യൂ എന്തായിരിക്കും? ഇൻഫിനിറ്റി എന്ന് കിട്ടി അല്ലേ? അപ്പോൾ ഇവിടെ ഇൻഫിനിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുമ്പം സ്റ്റഡി സ്റ്റേറ്റ് എറർ ഇസ് ഈക്വൽ ടു എന്താ വരിക? 1/1 പ്ലസ് കെ പി ആണോ? കെ പിയുടെ വാല്യൂ ഇൻഫിനിറ്റി, 1/1 പ്ലസ് ഇൻഫിനിറ്റി. ഏതൊരു നമ്പറിനോടും ഇൻഫിനിറ്റി കൂട്ടിയാൽ, അല്ലെങ്കിൽ ഇൻഫിനിറ്റി കുറച്ചാൽ, അല്ലെങ്കിൽ ഇൻഫിനിറ്റി മൾട്ടിപ്ലൈ ചെയ്താൽ എപ്പോഴും എന്ത് തന്നെയായിരിക്കും? ഇൻഫിനിറ്റി തന്നെയായിരിക്കും, വ്യത്യാസമില്ല. അപ്പം 1/1 പ്ലസ് ഇൻഫിനിറ്റി, 1/1 പ്ലസ് ഇൻഫിനിറ്റി 1/ഇൻഫിനിറ്റിയുടെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ സ്റ്റഡി സ്റ്റേറ്റ് എററിൻ്റെ വാല്യൂ എന്താ വരിക? 0 ആണ് വരിക. സ്റ്റഡി സ്റ്റേറ്റ് എററിൻ്റെ വാല്യൂ 0 ആണ് വരിക. കിട്ടിയല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ കണ്ടുപിടിക്കാം. കെ വി ഈസ് ഈക്വൽ ടു എന്താ നമ്മൾ എഴുതിയത്? ലിമിറ്റ് എസ് ടെൻസ് ടു 0 എസ് ഇൻറ്റു ജി ഓഫ് എസ് എച്ച് ഓഫ് എസ്. അതായത് ലിമിറ്റ് എസ് ടെൻസ് ടു 0 എസ് ഇൻറ്റു കെ ഇൻറ്റു എസ് പ്ലസ് സെറ്റ് വൺ ഇൻറ്റു എസ് പ്ലസ് സെറ്റ് ടു എക്സെട്ര എസ് പ്ലസ് സെറ്റ് എം all divided by s square into s plus p1 into s plus p2 etc s plus pn എന്ന് കിട്ടിയല്ലോ. ഇവിടെയും നമുക്ക് ലിമിറ്റ്സ് കൊടുക്കാം. കൊടുക്കുന്നതിന് മുന്നേ ഇവിടെ ഒരു എസ് കട്ട് ചെയ്യാം, ഇവിടെ എസ് സ്ക്വയറിലും ഒരു എസ് കട്ട് ചെയ്ത് കളയാം, ബാക്കി ഒരു എസ് അവിടെ കിടക്കും. ബാക്കി ലിമിറ്റ്സ് കൊടുത്ത് നോക്കിയാലോ? ലിമിറ്റ്സ് കൊടുത്താൽ ഇവിടെ കെ ഇൻറ്റു 0 പ്ലസ് സെറ്റ് വൺ z1 0 പ്ലസ് സെറ്റ് ടു z2 എക്സെട്ര 0 പ്ലസ് സെറ്റ് എം zm ഡിവൈഡഡ് ബൈ, ഇവിടെ എസ്സിന് 0 കൊടുക്കുക, ഇൻറ്റു 0 പ്ലസ് p1 0 പ്ലസ് p2 എക്സെട്ര 0 പ്ലസ് pn അല്ലേ? എന്താ വരിക? കെ ഇൻറ്റു മുകളിലെല്ലാം കോൺസ്റ്റൻസ് ആണ്, മൾട്ടിപ്ലൈ ചെയ്യുക, താഴെ ഒരു 0. സിമിലർലി
ഈ ഒരു കോൺസ്റ്റൻറ്റ് ബൈ 0 എന്ന് വെച്ചാൽ ഇൻഫിനിറ്റി. വീണ്ടും ഇൻഫിനിറ്റി വന്നു. അപ്പോൾ ESS എന്താ വരിക? 1/kV. kV എന്ന് വെച്ചാൽ ഇൻഫിനിറ്റി വന്നു. സോ 1/ഇൻഫിനിറ്റിയുടെ വാല്യൂ 0 ആണല്ലോ, കുഴപ്പങ്ങളില്ലല്ലോ. അടുത്ത കേസ് KA, മൂന്നും കാണാൻ പറഞ്ഞിട്ടുണ്ട്. KA കണ്ടുപിടിക്കുക. KA എന്ന് വെച്ചാൽ ലിമിറ്റ് S tends to 0 S square into G of S H of S, that is equal to limit S tends to 0 S square into K into S plus Z1 into S plus Z2 etc. S plus Zm all divided by, ബാക്കി എന്താ ഉള്ളത്? S square into S plus P1 into S plus P2 etc. S plus Pn എന്ന് വരും അല്ലേ. എസ് സ്ക്വയറും എസ് സ്ക്വയറും കട്ട് ചെയ്തു. ബാക്കി എന്താ ഉള്ളത്? K ഇൻറ്റു Z1 Z2 Z3 ഡിവൈഡഡ് ബൈ P1 P2 P3. അതായത് ഇതെന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. KA കോൺസ്റ്റൻ്റ് ആണ്. Therefore ESS equal to 1/KA. അതായത് 1 കോൺസ്റ്റൻറ്റ്. 1 കോൺസ്റ്റൻറ്റ് എപ്പോഴും എന്ത് തന്നെയായിരിക്കും? കോൺസ്റ്റൻറ്റ് തന്നെയായിരിക്കും. കിട്ടിയോ? അപ്പം ആദ്യം നമ്മൾ KP, KV, KA കണ്ടുപിടിച്ചു. അതിനുശേഷം അവിടെ സ്റ്റഡി സ്റ്റേറ്റ് എററും കണ്ടുപിടിച്ചു. 8 മാർക്കിന് മുന്നത്തെ ഒരു വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് മിസ് ചെയ്യരുത്. നല്ലൊരു ചോദ്യമാണ്. നന്നായിട്ട് തന്നെ അത് പഠിച്ചു വയ്ക്കുക. ഓക്കെ ആണല്ലോ. ഡിറൈവ് സ്റ്റഡി സ്റ്റേറ്റ് എറർ ഇൻ ടേംസ് ഓഫ് KP, KV, KA ഫോർ എ ടൈപ്പ് 2 സിസ്റ്റം. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളുടെ രണ്ടാമത്തെ സീരീസിന് ഇട്ടിരുന്നു. ഒരാൾ പോലും അതിന് കൃത്യമായിട്ട് ഉത്തരം നൽകിയില്ല. അതുകൊണ്ട് കൃത്യമായി തന്നെ ഇത് പഠിച്ചുറപ്പിക്കുക. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, വരാൻ സാധ്യതയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ സ്റ്റഡി സ്റ്റേറ്റ് എറർ. എന്തായിരുന്നു സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് പറഞ്ഞാൽ? ഡെഫിനിഷൻ പ്രകാരം എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് എറർ ആസ് ടൈം ടെൻസ് ടു ഇൻഫിനിറ്റി. ഇതും ഞാൻ പരീക്ഷയ്ക്ക് ചോദിച്ചു. 1-2 ആളുകളാണ് കൃത്യമായിട്ട് എഴുതിയത്. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് എറർ ESS ഈക്വൽ ടു ലിമിറ്റ് T ടെൻസ് ടു ഇൻഫിനിറ്റി E of T. T tends to infinity E of T. That is equal to limit S tends to 0 S into R of S divided by 1 plus G of S H of S. 1 plus S into R of S divided by 1 plus G of S H of S. ഇങ്ങനെയാണ് അതിൻ്റെ ഡെഫിനിഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഡിഫൈൻ അസിംപ്റ്റോട്ട്സ്. ഈ അസിംപ്റ്റോട്ടുകൾ നമ്മൾ അടുത്ത മൊഡ്യൂളിൽ വരുന്നതാണ്. നമുക്ക് അവിടെ ചർച്ച ചെയ്യാം. ഇവിടെ അറിയാണ്ട് എന്നോട് കോപ്പി ചെയ്ത് പോയതാണ്. നമുക്ക് അടുത്ത് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഇമ്പൾസ് ഇൻപുട്ട്. ഡിറൈവ് ദ ടൈം റെസ്പോൺസ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം സബ്ജക്റ്റഡ് ടു ഇമ്പൾസ് ഇൻപുട്ട്. നമ്മളത് ചെയ്തതാണ് ക്ലാസ്സിൽ. അതായത് റെസ്പോൺസ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം ടു ദി ഇമ്പൾസ് ഇൻപുട്ട് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്, കണ്ടു നോക്കുക. ഡിഫൈൻ ഇമ്പൾസ് റെസ്പോൺസ്, ഇമ്പൾസ് ഇൻപുട്ട്. ഇമ്പൾസ് ഇൻപുട്ട് എന്ന് പറയുന്നത് എലമെൻ്ററി സിഗ്നൽസിൽ 4-മത്തതാണ്. അതിൽ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു ഇറ്റ് ഈസ് എ ഷോർട്ട് ഡ്യൂറേഷൻ സിഗ്നൽ എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. അതായത് 0-യിൽ മാത്രം അതിന് ഒരു വാല്യൂ കാണിക്കുന്നത് 0-യിൽ മാത്രമാണ്. അതായത് ഗ്രേറ്റർ ദാൻ 0-യിലും വാല്യൂ ഇല്ല, ലെസ് ദാൻ 0-യിലും അതിന് വാല്യൂ ഇല്ല. അതുകൊണ്ട് അത് 0 എന്ന് തന്നെയാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അത്. അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം നമുക്ക്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം.
അടുത്ത ചോദ്യം ഇതാണ്, g of s h of s ഈക്വൽ ടു 5/s² ഇൻറ്റു എസ് പ്ലസ് 1. ഫൈൻഡ് ദി ആക്സിലറേഷൻ എറർ കോഎഫിഷ്യൻറ്റ്. എങ്ങനെയാണ് ആക്സിലറേഷൻ എറർ കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കുക? ആക്സിലറേഷൻ എറർ കോഎഫിഷ്യൻറ്റ് കെ എ, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എസ് ടെൻസ് ടു 0 ഇൻറ്റു s² ഇൻറ്റു ജി ഓഫ് എസ് എച്ച് ഓഫ് എസ് അല്ലേ? ഇവിടെ എന്താ തന്നത്? ലിമിറ്റ് എസ് ടെൻസ് ടു 0 s² ഇൻറ്റു ജി ഓഫ് എസ് എച്ച് ഓഫ് എസ് എന്ന് വെച്ചാൽ 5 ഡിവൈഡഡ് ബൈ s² ഇൻറ്റു എസ് പ്ലസ് 1. s²ഉം വെട്ടിക്കളഞ്ഞു, എസിന് 0 കൊടുത്താൽ 5 ഡിവൈഡഡ് ബൈ 0 പ്ലസ് 1 1, 5/1 5. നമ്മുടെ ആൻസർ 5. ഇതും ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വയ്ക്കുക. 3 മാർക്ക് സിമ്പിളായിട്ട് കിട്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ശ്രദ്ധിച്ചോളൂ. ഡിറ്റർമിൻ ദ റെസ്പോൺസ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം ടു ദ യൂണിറ്റ് ഇമ്പൾസ് ഇൻപുട്ട് ആൻഡ് ഡ്രോ ദ റെസ്പോൺസ് കർവ്. നമ്മൾ രണ്ടും ക്ലാസ് ചെയ്തതാണ്, അതേപോലെ ആ വീഡിയോ ഉണ്ട്, കണ്ടു നോക്കുക. അടുത്തത്, ഡിറൈവ് ദി സ്റ്റഡി സ്റ്റേറ്റ് എറർ ഓഫ് എ ടൈപ്പ് 0 സിസ്റ്റം വിത്ത് യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട്. 6 മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ. ഡിറൈവ് ദി സ്റ്റഡി സ്റ്റേറ്റ് എറർ ഓഫ് എ ടൈപ്പ് 0 സിസ്റ്റം. ടൈപ്പ് 0 സിസ്റ്റം വിത്ത് യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് എങ്ങനെയാണ് ചെയ്യാം? ആ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? ടൈപ്പ് 0 സിസ്റ്റമാണ് ചോദിച്ചത്. അപ്പം നമുക്കറിയാം, ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയുന്ന കാര്യമാണ്. കെ ഇൻറ്റു എസ് പ്ലസ് സെറ്റ് 1 ഇൻറ്റു എസ് പ്ലസ് സെറ്റ് 2 എക്സെട്ര എസ് പ്ലസ് സെറ്റ് എം ഓൾ ഡിവൈഡഡ് ബൈ എസ് റൈസ് ടു എൻ ഇൻറ്റു എസ് പ്ലസ് പി 1 ഇൻറ്റു എസ് പ്ലസ് പി 2 എക്സെട്ര എസ് പ്ലസ് പി എൻ ആണല്ലോ. നിങ്ങൾ ചോദിച്ചത് എന്താ? ഡിറൈവ് ദി സ്റ്റഡി സ്റ്റേറ്റ് എറർ ഫോർ എ സ്റ്റെപ്പ് ഇൻപുട്ട്. സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുമ്പം നമുക്ക് കിട്ടുന്ന കോൺസ്റ്റൻ്റ് എന്തായിരുന്നു? കെ പി. അത് നമ്മൾ ഡിറൈവ് ചെയ്തതാണ്. അതായത് ഇ എസ് എസ് ഈക്വൽ ടു ലിമിറ്റ് എസ് ടെൻസ് ടു 0 എസ് ഇൻറ്റു ആർ ഓഫ് എസ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് എച്ച് ഓഫ് എസ്. നമ്മൾ ഇങ്ങനെയാണ് അന്ന് ചെയ്തു വെച്ചത്. അതായത് ലിമിറ്റ് എസ് ടെൻസ് ടു 0 എസ് ഇൻറ്റു ആർ ഓഫ് എസ് എന്ന് വെച്ചാൽ 1/s ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് എച്ച് ഓഫ് എസ് ആണല്ലോ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? എസ്സും കട്ട് ചെയ്ത് കളയാം. ബാക്കി എന്താ ഉണ്ടാവുക? ലിമിറ്റ് എസ് ടെൻസ് ടു 0 1/1 പ്ലസ് ജി ഓഫ് എസ് എച്ച് ഓഫ് എസ്. ഇവിടെ എസിൻ്റെ ഫാക്ടേഴ്സ് ഒന്നുമില്ല, അതുകൊണ്ട് ലിമിറ്റ് കൊടുക്കാനില്ല. ഇവിടെയും എസിൻ്റെ ഫാക്ടർ ഒന്നുമില്ല, ലിമിറ്റ് കൊടുക്കാനില്ല. പക്ഷേ ഇവിടെ എസിൻ്റെ ഒരു ഫാക്ടേഴ്സ് ഉണ്ട്, അതുകൊണ്ട് അവിടെ നമ്മൾ ലിമിറ്റ് കൊടുക്കണം. അതായത് 1/1 പ്ലസ് ലിമിറ്റ് എസ് ടെൻസ് ടു 0 ജി ഓഫ് എസ് എച്ച് ഓഫ് എസ് എന്ന് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ പൊസിഷണൽ എറർ കോഎഫിഷ്യൻ അഥവാ കെ പി എന്ന് പറയുന്നത്. അപ്പം ഈ എസ് എസ് എന്തായി? 1/1 പ്ലസ് കെ പി എന്നാണ് നമ്മൾ എഴുതുക. നമ്മൾ അന്നത്തെ ഒരു ബോക്സൊക്കെ ആക്കി വെച്ചിരുന്നു. ആക്കാത്തവരുണ്ടെങ്കിൽ ആക്കി വയ്ക്കുക, പഠിക്കുക. ഇനി നിങ്ങൾ ചോദിച്ച സ്റ്റഡി സ്റ്റേറ്റ് എററാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം കെ പി എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റ് എസ് ടെൻസ് ടു 0 ജി ഓഫ് എസ് എച്ച് ഓഫ് എസ്. എന്താ ജി ഓഫ് എസ് എച്ച് ഓഫ് എസ്? കെ ഇൻറ്റു എസ് പ്ലസ് സെറ്റ് 1 ഇൻറ്റു എസ് പ്ലസ് സെറ്റ് 2 എക്സെട്ര എസ് പ്ലസ് സെറ്റ് എം ഓൾ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് പി 1 ഇൻറ്റു എസ് പ്ലസ് പി 2 എക്സെട്ര എസ് പ്ലസ് പി എൻ. ഇങ്ങനെയാണ് വരിക അല്ലേ? ടൈപ്പ് 0 സിസ്റ്റം ആയതുകൊണ്ട് ഇവിടെ എസ് റൈസ് ടു 0 കൂടെ ഉണ്ടാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വരിക? കെ ഇൻറ്റു Z1 Z2
etc. Zm all divided by 0 plus P1, P1, 0 plus P2, P2 plus etc. plus 0 plus Pn, Pn എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് വാല്യൂ. കെ പി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഈ എസ് എസ് എന്താ വരിക? 1/1 പ്ലസ് കെ പി, അതായത് 1/1 പ്ലസ് കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് വാല്യൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് വാല്യൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് ഇപ്പം ഞാനിവിടെ ഡിറൈവ് ചെയ്ത ഈ ഒരു ക്വസ്റ്റ്യൻ. അതും കൂടി ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ ആണ് എന്ന് തന്നെ ഞാൻ കരുതുന്നു. അതാണ് ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇതേപോലെ ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡിറൈവ് ദി സ്റ്റഡി സ്റ്റേറ്റ് എറർ ഓഫ് എ ടൈപ്പ് 1 സിസ്റ്റം വിത്ത് യൂണിറ്റ് റാമ്പ് ഇൻപുട്ട്. റാമ്പ് ഇൻപുട്ട് ആകുമ്പോൾ പറയാലോ, ESS ഈക്വൽ ടു 1/kV, where kV ഈക്വൽ ടു ലിമിറ്റ് s ടെൻസ് ടു 0 s ഇൻറ്റു g ഓഫ് s h ഓഫ് s. ഇതേപോലെ തന്നെ, വ്യത്യാസങ്ങളൊന്നുമില്ല, ചെയ്ത് നോക്കുക. സംശയമുള്ള ആൾക്കാർ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. ട്രാൻസ്ഫർ ഫംഗ്ഷൻ 10 divided by 2s plus 10. Write the characteristic equation. Find natural frequency, damping ratio, damped frequency of the oscillation. Comment about the damping of the above system. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നാൽ നമുക്ക് എങ്ങനെ ഇത് സോൾവ് ചെയ്യുന്ന ചോദിക്കാം. നിങ്ങൾക്കവിടെ തന്നിരിക്കുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഞാനിവിടെ തൽക്കാലം എഴുതുവാണ്. 10 divided by s square plus 2s plus 10. നമുക്കറിയാം എസിൻ്റെ പവർ. നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ തുടക്കത്തിൽ, ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു, ഓർഡർ എന്ന് പറഞ്ഞാൽ എസിൻ്റെ ഹയസ്റ്റ് പവറിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഓർഡർ എന്ന് പറയുന്നത്. ആണല്ലോ? ഇവിടെ ഓർഡർ എത്രയായിരിക്കും? 2 എന്ന് വെച്ചാൽ ഇതൊരു സെക്കൻഡ് ഓർഡർ സിസ്റ്റമാണെന്ന് അർത്ഥം. ഒരു സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒമേഗ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ. ഇതാണ് നമ്മൾ പഠിച്ചത്. അതിൻ്റെ ഡീറ്റെയിൽഡ് ലെക്ചേഴ്സ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ രണ്ട് ഇക്വേഷൻസും കൂടി നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്യാം. ഈ രണ്ട് സംഭവം കൂടി ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾ നോക്കൂ, ഒമേഗ എൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 10 ആണ്. ആണല്ലോ? ഒമേഗ എൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ ഒമേഗ എന്നിൻ്റെ വാല്യൂ എന്താ വരിക? √10. ഫ്രീക്വൻസി ആയതുകൊണ്ട് നെഗറ്റീവിലോട്ട് പോവില്ല. അപ്പോൾ √10 എന്ന് പറയുന്നൊരു വാല്യൂ കിട്ടും. സിമിലർലി ഇവിടെ നോക്കൂ, എസിൻ്റെ കോയിഫിഷ്യൻസ് ഒന്ന് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ 2s, ഇവിടെ 2 സീറ്റ ഒമേഗ എൻ എസ്. അപ്പോൾ എന്ത് എഴുതാം? 2 സീറ്റ ഒമേഗ എൻ എന്ന് പറഞ്ഞാൽ 2 എന്ന് കിട്ടി. ഇതും കട്ട് ചെയ്ത് കളഞ്ഞാൽ സീറ്റ ഒമേഗ എൻ എന്ന് പറഞ്ഞാൽ 1. ഒമേഗ എൻ എത്രയാണ് അവിടെ? √10 അല്ലേ? ആണല്ലോ? അപ്പോൾ സീറ്റ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം നമുക്ക്? 1/ഒമേഗ എൻ, അതായത് 1/√10 എന്ന് കിട്ടി. 1/√10 എന്ന് നമുക്ക് കിട്ടി. ഇനി ഇവിടെ നിങ്ങൾ എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് നോക്കാം. ആദ്യത്തത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഏതാ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ? ഡിനോമിനേറ്ററിലെ ഫംഗ്ഷൻ. ഏതാ ഡിനോമിനേറ്റർ ഫംഗ്ഷൻ? എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 10. ഇതാണ് ഇവിടുത്തെ എന്ത്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് ചോദിച്ചത് എന്താ? ഡാമ്പിംഗ് റേഷ്യോ. ഡാമ്പിംഗ് റേഷ്യോ എന്ന് വെച്ചാൽ ഏതാ? സീറ്റ അല്ലേ? സീറ്റയുടെ വാല്യൂ എത്രയാ? 1/√10. കാൽക്കുലേറ്റർ അലൗഡ് അല്ല. ശരിക്കും 82 MS ഉള്ള സയൻറ്റിഫിക് കാൽക്കുലേറ്റർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ അത് എത്രത്തോളം ഇപ്പോഴത്തെ പുതിയ റെഗുലേഷനിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അത് എച്ചോട് സംസാരിക്കുക. സയൻറ്റിഫിക് കാൽക്കുലേറ്റർ കയ്യിലുള്ള ആളുകൾ എക്സാമിന് അത് കൊണ്ടുപോകാം. അത് ചോദിച്ചിട്ട് മാത്രം കൊണ്ടുപോകാം.
അപ്പോൾ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി, സീറ്റ ഈക്വൽ ടു 1/√10. ഇനി എന്താ ചോദിച്ചാൽ അടുത്തത് ഡാംപ്ഡ് ഫ്രീക്വൻസി. ഡാംപ്ഡ് ഫ്രീക്വൻസിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, ഒമേഗ ഡി ഈക്വൽ ടു ഒമേഗ എൻ ഇൻറ്റു √1 - സീറ്റ സ്ക്വയർ. √omega d equal to omega n into 1 - സീറ്റ സ്ക്വയർ. ഒമേഗ എൻ എത്രയാണ് അവിടെ കിട്ടിയത്? √10 ആണ് അല്ലേ. ഒമേഗ എന്നിൻ്റെ വാല്യൂ √10 ഇൻറ്റു √1 - സീറ്റ സ്ക്വയർ. സീറ്റ എത്രയാണ് വരുന്നത്? 1/√10 അല്ലേ. 1/√10 സ്ക്വയർ എടുത്താൽ 1/10 എന്ന് കിട്ടും. 1/10 എന്ന് കിട്ടും. ശരിയാണോ? ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്താലോ? √10 പുറത്ത് നിന്നോട്ടെ. √1/1 - 10. 1/10 എത്രയാണ്? 0.1. ഇപ്പോൾ √1 - 0.1. ഇപ്പോൾ എത്ര വരും? √10 ഇൻറ്റു √0.9 എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്ത് നോക്കുക, ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസറും കിട്ടും. ഓക്കെ, ഇത് വേണമെങ്കിൽ വേറൊരു രീതിയിലൂടെ ചെയ്യാം. ഈ 0.9 എന്ന് എഴുതിയില്ലേ, അതിനെ 9/10 എഴുതിക്കൂടെ? ഈ ഒരു സംഭവം ഇവിടെ നമ്മളിപ്പോൾ സോൾവ് ചെയ്തില്ലേ, √0.9, അതിനെ വേണമെങ്കിൽ വേറൊരു രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ √10 ഇൻറ്റു ഇതെങ്ങനെ എഴുതാം? നമുക്ക് 9/10 എഴുതിക്കൂടെ? 9/10 എഴുതാൻ പറ്റുമോ? √9/10 എങ്ങനെ എഴുതാം? √10 ഇൻറ്റു √9/√10. ഇതും കട്ട് ചെയ്തു. √9 എത്രയാ? 3 അല്ലേ? 3 റേഡിയൻ പെർ സെക്കൻഡ്. അതാണ് യൂണിറ്റ് കേട്ടോ. റേഡിയൻ പെർ സെക്കൻഡിലാണ് എപ്പോഴും നമ്മൾ പറയുക. കിട്ടിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ചെയ്യാം. ഇനി ഇങ്ങനെ എഴുതി വെച്ചാലും തെറ്റൊന്നുമില്ല, പക്ഷെ കുറച്ചുകൂടി നല്ലത് അതാണെന്ന് മാത്രം. ഓക്കെ, സിമ്പിളാണല്ലോ. അപ്പം ഇതും കഴിഞ്ഞൊരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. കൃത്യമായിട്ട് തന്നെ പഠിച്ചുറപ്പിക്കാൻ ശ്രമിക്കുക. അടുത്ത ചോദ്യം, ഡിറൈവ് ദ ടൈം റെസ്പോൺസ് ഓഫ് എ സെക്കൻഡ് ഓർഡർ അണ്ടർ ഡാംപ്ഡ് സിസ്റ്റം ടു ദ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളത് ക്വസ്റ്റ്യൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ ലെക്ചേഴ്സ് ഉണ്ട്, കണ്ടു നോക്കുക. അത് കുറച്ചധികം സമയമെടുത്ത് വേണം അത് കാണാൻ. കാരണം വന്നാൽ 7 മാർക്കിനാറ്റം ചോദിച്ച ക്വസ്റ്റ്യനാണിത്. 7 അല്ലെങ്കിൽ 8. അതിൻ്റെ തന്നെ നന്നായിട്ട് എഴുതാനുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ ഫോളോയിങ്. ഇതൊന്ന് ഇറൈസ് ചെയ്യുന്നുണ്ട്, ഇത് കാണത്തില്ല അവിടെ. ഡിഫൈൻ ദ ഫോളോയിങ്. സ്റ്റാറ്റിക് പൊസിഷൻ എറർ കോയിഫിഷ്യന്റ്. എന്താ ചോദിച്ചത്? KP ആണ് ചോദിച്ചത്. സ്റ്റാറ്റിക് വെലോസിറ്റി എറർ കോയിഫിഷ്യന്റ് KV ആണ് ചോദിച്ചത്. സ്റ്റാറ്റിക് ആക്സിലറേഷൻ എറർ കോയിഫിഷ്യന്റ് KA. KP, KV, KA ഇത് മൂന്നുമാണ് ചോദിച്ചത്. കൃത്യമായിട്ട് തന്നെ പഠിച്ചുറപ്പിക്കുക. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇങ്ങനൊരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എ യൂണിറ്റി ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം ഹാസ് ദി ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് G of S equal to 20 into S plus 5 divided by S into S plus 0.1 into S plus 3. എന്താ ചോദിച്ചത്? ഡിറ്റർമിൻ ദ സ്റ്റഡി സ്റ്റേറ്റ് എറർ വെൻ ദ സിസ്റ്റം സബ്ജക്റ്റഡ് ടു യൂണിറ്റ് സ്റ്റെപ്പ്, യൂണിറ്റ് റാമ്പ്, യൂണിറ്റ് പാരാബോളിക്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളിലേക്ക് വന്നതെങ്കിൽ ഹൗ ടു സോൾവ്? എങ്ങനെയാ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് സോൾവ് ചെയ്യുന്നത്? എന്താ ചോദിച്ചത് ഇവിടെ? നമ്മളുടെ കാണാൻ പറഞ്ഞത് എന്താ? സ്റ്റഡി സ്റ്റേറ്റ് എററാണ്. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് എററിൽ 3 ഇൻപുട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? 1 സ്റ്റെപ്പ് ഇൻപുട്ട്, 2 റാമ്പ് ഇൻപുട്ട്, 1 പാരാബോളിക്. സ്റ്റെപ്പ് ഇൻപുട്ട് കിട്ടുമ്പോൾ ഉള്ള കോൺസ്റ്റന്റ് ഏതായിരുന്നു? KP കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ഇനി റാമ്പ് ഇൻപുട്ട് കൊടുക്കുമ്പോഴുള്ള കോൺസ്റ്റന്റ് KV, അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. പാരാബോളിക് കൊടുക്കുമ്പോൾ ഇക്വേഷൻ കോൺസ്റ്റന്റ് KA, അതിൻ്റെ ഇക്വേഷനും നിങ്ങൾക്കറിയാം അല്ലേ? അപ്പോൾ അത് ഞാൻ ചെയ്തു തരാം, ബാക്കിയുള്ള നിങ്ങൾക്ക് ചെയ്യാം. ആദ്യത്തത് KP ആയിക്കോട്ടെ. KP ഈക്വൽ ടു എന്തായിരുന്നു? ലിമിറ്റ്
എസ് ടെൻസ് ടു 0 ജി ഓഫ് എസ് ഇതാണല്ലോ അല്ലേ. അതായത് 20 ഇൻറ്റു എസ് പ്ലസ് 5 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 0.1 ഇൻറ്റു എസ് പ്ലസ് 3. ഇവിടെ യൂണിറ്റി ഫീഡ്ബാക്ക് എന്നാണ് പറഞ്ഞത്. എപ്പോഴും മനസ്സിലാക്കുക, യൂണിറ്റി ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എച്ച് ഓഫ് എസിൻ്റെ വാല്യൂ 1 ആയിരിക്കും, 0 എന്ന് കൊടുക്കരുത്. അപ്പോൾ ഇവിടെ ഇൻറ്റു ഒരു 1 കൂടെ കൊടുക്കാം. ഇനി നമുക്ക് കെ പി കണ്ടുപിടിക്കാമല്ലോ. കെ പി കണ്ടുപിടിക്കുമ്പം ആദ്യം എന്താ വരിക, എസ്സിന് 0 കൊടുക്കും. അപ്പോൾ 20 ഇൻറ്റു 0 പ്ലസ് 5 5. ഇനി എസ്സിന് 0 കൊടുത്താൽ 0 ഇൻറ്റു 0.1 ഇൻറ്റു 3 എന്ന് വരും. ശരിയല്ലേ? ഇവിടെ 0 ഇൻറ്റു 0.1 ഇൻറ്റു 3 എന്തായിരിക്കും? 0 ആണ്. ഏതിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 0 നമുക്കറിയാം. മുകളിൽ 100/0 എന്ന് വെച്ചാൽ ഇൻഫിനിറ്റി എന്ന് വരും. ശരിയല്ലേ? കെ പിയുടെ വാല്യൂ ഇൻഫിനിറ്റി ആണ്. അങ്ങനെയാണ് സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്താ വരിക? 1/1 പ്ലസ് കെ പി അല്ലേ? അതായത് 1/1 പ്ലസ് ഇൻഫിനിറ്റി. 1 പ്ലസ് ഇൻഫിനിറ്റി എത്രയാ? ഇൻഫിനിറ്റിയാണ്. 1/ഇൻഫിനിറ്റിയുടെ വാല്യൂ 0. 1/ഇൻഫിനിറ്റിയുടെ വാല്യൂ 0. 1/ഇൻഫിനിറ്റി 0. അപ്പോൾ ആദ്യത്തെ സ്റ്റഡി സ്റ്റേറ്റ് എറർ എത്ര കിട്ടി? 0 എന്ന് കിട്ടിയോ? അതേപോലെ കെ വിയും കെ എയും കണ്ടുപിടിക്കാവോ? കെ വിയും കെ എയും കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റുമല്ലോ. വന്നാൽ ചെയ്യാൻ സാധിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. ക്ലിയർ അല്ലേ? ഇനി കെ വി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? കെ വി എങ്ങനെ കണ്ടുപിടിക്കും? കെ വിക്ക് വരുമ്പോഴുള്ള വ്യത്യാസം എന്താ? കെ വി ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് വിചാരിക്കുക. കെ വി ആണ് വന്നതെങ്കിൽ വ്യത്യാസം എന്തായിരിക്കും? കെ വി ലിമിറ്റ് എസ് ടെൻസ് ടു 0 എസ് ഇൻറ്റു ജി ഓഫ് എസ് എച്ച് ഓഫ് എസ് അല്ലേ? ഈ ഒരു എസ്സും കട്ട് ചെയ്തു പോവും. ബാക്കി 0 കൊടുത്താൽ 20 ഇൻറ്റു 0 പ്ലസ് 5 5 ഡിവൈഡഡ് ബൈ 0.1 ഇൻറ്റു 0.3. അതായത് 100/0.3 എന്ന് വരും അല്ലേ? കെ വി ആണ് ഇത്, കെ പി അല്ല, കെ വി ആണ് ഇപ്പം ഞാൻ കണ്ടുപിടിച്ചത്. നിങ്ങൾക്കത് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, കെ വി ഈക്വൽ ടു 100/0.3 എന്ന് വരും. നമുക്ക് ഇ എസ് എസ് ആണ് വേണ്ടത്. 1/kV 100/100/0.3 അതായത് 0.3/100 0.3/100 എന്ന ലെവലിൽ ഇ എസ് എസ് കിട്ടും. ഇതേപോലെ കെ എ കണ്ടുപിടിക്കുക, ഇ എസ് എസിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഇതെനിക്ക് തോന്നുന്നു 9 മാർക്കിനോ മറ്റോ ഒരു തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, മിസ് ചെയ്യരുത്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആർക്ക് വേണം നേരിട്ട് ചോദിക്കാം കേട്ടോ. അടുത്തത്, ഡിറ്റർമിൻ ദ ടൈം റെസ്പോൺസ് ഓഫ് ഫസ്റ്റ് ഓർഡർ സിസ്റ്റം ടു ദ യൂണിറ്റ് ഇമ്പൾസ് ഇൻപുട്ട്. നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഞാനതിന് വീണ്ടും ചെയ്യുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഡിറൈവ് ദ ടൈം റെസ്പോൺസ് ഓഫ് ഫസ്റ്റ് ഓർഡർ സിസ്റ്റം വിത്ത് യൂണിറ്റ് റാമ്പ് ഇൻപുട്ട് അല്ലേ? യൂണിറ്റ് റാമ്പ് ഇൻപുട്ട് നമ്മൾ ചെയ്തതാണ്. അതായത് ഫസ്റ്റ് ഓർഡർ സിസ്റ്റം റെസ്പോൺസ് ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട്, റാമ്പ് ഇൻപുട്ട്, പാരാബോളിക് ഇൻപുട്ട്. ആ മൂന്നും നമ്മൾ അന്ന് ക്ലാസ്സിൽ ചെയ്തതാണ്. അതുകൊണ്ട് അത് മൂന്നും കൃത്യമായിട്ട് തന്നെ പഠിച്ചുറപ്പിക്കാൻ ശ്രമിക്കുക. ഞാനതിന് വീണ്ടും ചെയ്യുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് എ സെർവോ സിസ്റ്റം വിത്ത് യൂണിറ്റി ഫീഡ്ബാക്ക് ഈസ് ഗിവൺ ബൈ ജി ഓഫ് എസ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 5. ഡിറ്റർമിൻ ദ ഡാമ്പിംഗ് റേഷ്യോ ആൻഡ് ദി അണ്ടർ ഡാംപ്ഡ് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. What is the percentage of overshoot of the response to the unit step input? ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഏതാ? ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് തന്നിരിക്കുന്നത്. നമുക്ക് വേണ്ട എന്താ? ക്ലോസ്ഡ് ലൂപ്പ്. എങ്ങനെ കിട്ടും? ഇവിടെ 2 കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. ഒന്ന്, യൂണിറ്റി ഫീഡ്ബാക്ക് എന്നൊരു സംഭവം പറഞ്ഞു. നമ്മൾ ഓൾറെഡി പറഞ്ഞു എച്ച് ഓഫ് എസ് 1 ആണ്. നോർമലി നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എങ്ങനെ എഴുതാറ്? നിങ്ങൾ C of S by R of S equal to
g of s divided by 1 plus g of s h of s അല്ലേ? c of s divided by r of s എന്ന് പറഞ്ഞാൽ എന്താ വരിക? g of s divided by 1 plus g of s h of s എന്നാണ് നമ്മൾ എഴുതാറ് അല്ലേ? g of s എത്രയാ? 10 divided by s plus 2 into s plus 5 എന്ന് വരും. All divided by 1 plus 10 by s plus 2 into s plus 5 into 1. ശരിയല്ലേ? നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ അറിയാലോ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ചെറിയൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. ഞാനതൊന്ന് മാറ്റി വയ്ക്കുകയാണ്. അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം കേട്ടോ. ലാസ്റ്റ് ചെയ്യാം. ഒന്ന് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ചെറിയൊരു സംശയമുണ്ട് എനിക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എക്സ്പ്ലെയിൻ ദ ടൈം ഡൊമൈൻ സ്പെസിഫിക്കേഷൻ ഓഫ് എ കൺട്രോൾ സിസ്റ്റം. ടൈം ഡൊമൈൻ സ്പെസിഫിക്കേഷൻ ഏതൊക്കെയാ? റൈസ് ടൈം, ഡിലേ ടൈം, റൈസ് ടൈം, പീക്ക് ടൈം, സെറ്റിലിംഗ് ടൈം, പീക്ക് ഓവർഷൂട്ട്. 5 എണ്ണം. അതിനൊരു ഫിഗറും കൂടെ ഉണ്ട്, അത് ഞാൻ തന്നിട്ടുണ്ട്. ആ ടൈം ഡൊമൈൻ സ്പെസിഫിക്കേഷൻ അതുപോലെ പഠിച്ചു വയ്ക്കാം. എക്സ്പ്ലെയിൻ ദ സ്റ്റാറ്റിക് എറർ കോഎഫിഷ്യൻ. ഇമ്പോർട്ടൻ്റ് ആണ്. 3 തവണ ഇപ്പം തന്നെ വരുന്നു. KP, KV, KA പഠിച്ചു വെക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എ യൂണിറ്റി ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ G of S. Determine the steady state error if the subsystem is subjected to step input. സ്റ്റെപ്പ് ഇൻപുട്ട് എന്നൊരു വാക്കുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? KP കണ്ടുപിടിക്കുക. അതായത് ലിമിറ്റ് S tends to 0 G of S H of S. G of S എന്താ വരുന്നത്? 5s divided by s raised to 5 plus 3s raised to 4 plus 4s cube plus 2s square എന്ന് വരും അല്ലേ? ഇവിടെ ശരിക്കും സംഭവം എന്താ? ഇവിടെ എസ് ഉണ്ട്, ഇതിലൊക്കെ ഒരു എസ് കോമണും ഉണ്ട്. ശരിയല്ലേ? അല്ലേ? താഴത്തെ എല്ലാ ടേംസിലും ഒരു എസ് കോമൺ ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇതിനൊന്നുകൂടി മാറ്റാം. എങ്ങനെ? ലിമിറ്റ് s ടെൻസ് ടു 0 5s ഡിവൈഡഡ് ബൈ എല്ലാത്തിലും എസ് ഉള്ളൂടെ കോമൺ എടുത്താൽ s റേസ് ടു 4 3s ക്യൂബ് 4s സ്ക്വയർ പ്ലസ് 2s എന്ന് വരും അല്ലേ? എസും എസും കട്ടായിപ്പോയി. ബാക്കി എസിന് വാല്യൂ കൊടുത്താൽ എന്താ വരിക? 5/0 എന്ന് വരും. എന്ന് വെച്ചാൽ KP ഇൻഫിനിറ്റി, സ്റ്റഡി സ്റ്റേറ്റ് എറർ 0. KPയുടെ വാല്യൂ ഇൻഫിനിറ്റി, സ്റ്റഡി സ്റ്റേറ്റ് എറർ 0. അടുത്തത് ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ഔട്ട്പുട്ട് ഓഫ് എ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം സബ്ജക്റ്റഡ് ടു റാമ്പ് ഇൻപുട്ട് ആൻഡ് പ്ലോട്ട് ദി ട്രാൻസിയൻറ്റ് റെസ്പോൺസ്. ട്രാൻസിയൻറ്റ് മീൻസ് പ്ലോട്ട് ദെയർ റെസ്പോൺസ്. പ്രത്യേകിച്ച് അതിലൊന്നും പറയാനില്ല. അടുത്ത ക്വസ്റ്റ്യൻ explain the time constant of a first order system with the help of the neat diagram and state how the time constant affect the transient response. ഒന്നുമില്ല, നിങ്ങൾ ആ ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിന് സ്റ്റെപ്പ് ഇൻപുട്ട് അനുസരിച്ച് ഉണ്ടാകുന്ന വാരിയേഷൻ പറയുക, ഗ്രാഫ് വരയ്ക്കുക. അവിടെ ടൈം കോൺസ്റ്റൻറ്റ്, ഞാൻ ആ ക്ലാസ്സിൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ടൈം കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ അവസാനം പറയുന്നുണ്ട്. അതായത് ഒരു സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് 63.2% ഓഫ് ദി ഫൈനൽ വാല്യൂ എത്താൻ എടുക്കുന്ന സമയം എത്രയാണോ ആ സമയത്തെയാണ് ടൈം കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്കതിൻ്റെ എക്സ്പ്രഷൻ നോക്കിയാൽ മനസ്സിലാവും. C(t) = 1 - e⁻t/t എന്നാണ് പറയുന്നത്. എപ്പോഴാണോ ക്യാപിറ്റൽ T എന്ന് പറയുന്ന ടൈം കോൺസ്റ്റൻറ്റും ഈ നമ്മുടെ ഒറിജിനൽ ടൈമും ഈക്വൽ ആവുന്നത്, ആ ഒരു പോയിന്റിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 0.632. അതായത് 63.2% ഓഫ് ദി ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത്. 63.2% ഓഫ് ദി ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ.
അപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ആ ക്വസ്റ്റ്യൻ തെറ്റാണെന്ന്. അതായത് ഈ ഒരു ബി, ക്വസ്റ്റ്യൻ ബി, അതായത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞ ക്വസ്റ്റ്യൻ പ്രകാരം ദ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് എ സെർവോ സിസ്റ്റം വിത്ത് യൂണിറ്റി ഫീഡ്ബാക്ക് ഈസ് ഗിവൺ ബൈ g of s equal to 10 by s plus 2 into s plus 5. Determine damping ratio and underdamped natural frequency of oscillation. What is the percentage of overshoot of the response to the unit step input? ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരുമ്പോഴുള്ള പ്രശ്നം ഞാൻ പറയാം. ശരിക്കും പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സി ഓഫ് എസ് ഡിവൈഡഡ് ബൈ ആർ ഓഫ് എസ് കണ്ടുപിടിക്കണം. അതായത് ജി ഓഫ് എസ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് എച്ച് ഓഫ് എസ്. എന്താ ജി ഓഫ് എസ് വരുന്നത്? 10 ബൈ എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 5 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 10 ബൈ എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 5 എന്നാണ് വരിക. ഇൻറ്റു 1 ജി എച്ച് ഓഫ് എസ് 1. ഇങ്ങനെ ചെയ്യുമ്പം ഫൈനലി നമുക്ക് കിട്ടുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷൻ 10 ഡിവൈഡഡ് ബൈ എസ്, ഇപ്പോൾ എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 5 ഇൻറ്റു 1 കൊടുക്കുക. അപ്പം എന്ത് വരും? എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 5 പ്ലസ് 1. ഇവിടെ 10 ബൈ എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 5 തന്നെ വരും. ഇവിടെ എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 5 ഇൻറ്റു 1 അത് തന്നെ, പ്ലസ് 10 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 5 എന്ന് വരും. ഈ രണ്ട് ഭാഗം കട്ട് ചെയ്ത് പോകും. ബാക്കി വരുന്നതാണ് 10 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 5 പ്ലസ് 10 എന്നാണ് വരിക. നമുക്ക് നോർമലി അറിയാം സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ് കണ്ടുപിടിക്കാൻ. ഇനിയാണ് ശരിക്കും പ്രശ്നം വരാൻ പോകുന്നത്. ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ 10 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് എസ് സ്ക്വയർ പ്ലസ് 7s പ്ലസ് 10 പ്ലസ് 10. അതായത് എസ് സ്ക്വയർ പ്ലസ് 7s പ്ലസ് 20 എന്നാണ് ഇവിടെ വരിക. ഇനി തെറ്റ് ചെയ്യാൻ പറയാം. ഇവിടെ ഇതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്? സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൻ്റെ ഒമേഗ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ. ഇവിടെ മുകളിൽ എടുത്തപ്പം ഒമേഗ എൻ സ്ക്വയർ 10, താഴെ എടുത്തപ്പോഴോ ഒമേഗ എൻ സ്ക്വയർ 20. അത് ഒരു തെറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഈ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ഉണ്ട്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒഴിവാക്കാം. കാരണം അത് ഒരു മിസ്റ്റേക്കുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിപ്പിച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാനതൊന്ന് ഒഴിവാക്കുവാണ്. അത് നമുക്ക് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതാണ് ഞാൻ നേരത്തെ അത് മാറ്റി വെക്കാനുള്ളൊരു കാരണം. അപ്പോൾ അതെനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്യാം. ഇത് നമ്മൾ പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ടൈം കോൺസ്റ്റൻ്റെ കാര്യം നമ്മൾ പറഞ്ഞതാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ റൈസ് ടൈം ആൻഡ് മാക്സിമം ഓവർഷൂട്ട് വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ നീറ്റ് ഡയഗ്രാം. ആ ഡയഗ്രാം നമ്മൾ അന്ന് നോട്ടിൽ ഞാൻ തന്നിട്ടുണ്ട്, അത് വരച്ച് വയ്ക്കുക, പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എ യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം ഹാസ് എ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ 25 ഇൻറ്റു എസ് പ്ലസ് 4 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 0.5 ഇൻറ്റു എസ് പ്ലസ് 2. എന്താ ചോദിച്ചത്? ഡിറ്റർമിൻ ദ സ്റ്റഡി സ്റ്റേറ്റ് എറർ ഫോർ എ യൂണിറ്റ് റാമ്പ് ഇൻപുട്ട്. റാമ്പ് ഇൻപുട്ട് എന്ന് പറയുമ്പം കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി എറർ കോഎഫിഷ്യൻ്റ് ആണ്. എന്താ വെലോസിറ്റി എറർ കോഎഫിഷ്യൻ്റ്? ലിമിറ്റ് എസ് ടെൻസ്, ഇങ്ങോട്ട് എഴുതാം, കെ വി ഈക്വൽ ടു ലിമിറ്റ് എസ് ടെൻസ് ടു 0 എസ് ഇൻറ്റു ജി ഓഫ് എസ് 25 ഇൻറ്റു എസ് പ്ലസ് 4 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 0.5 ഇൻറ്റു എസ് പ്ലസ് 2 ആണല്ലോ. ഇതും കട്ടായി പോവും. ബാക്കി എന്താ ഉണ്ടാവുക? 25 ഇൻറ്റു എസ്സിന് 0 കൊടുത്താൽ 4, ഇവിടെ 0 കൊടുത്താൽ 0.5 ഇൻറ്റു 2 അല്ലേ. 25 ഇൻറ്റു ഇവിടെ ഇത് വേണേൽ കട്ട് ചെയ്യാം. 2 50 ബൈ 5.5 100 ആണല്ലോ അല്ലേ. 25 ഇൻറ്റു 2 50 ബൈ 0.5 100 കിട്ടിയല്ലോ. 100 എന്ന് കിട്ടി. ഇത് കെ വി ആണ്. നിങ്ങളോട് പറഞ്ഞ സ്റ്റഡി സ്റ്റേറ്റ് എററാണ്. ഇ എസ് എസ് ഈക്വൽ ടു 1 ബൈ കെ വി, അതായത് 1/100.
0.01 എന്ന് കിട്ടും. 0.01 എന്ന് നമുക്ക് കിട്ടും. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം, ഡിറൈവ് ദി റെസ്പോൺസ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം ഫോർ എ യൂണിറ്റ് ഇമ്പൾസ് ഇൻപുട്ട്. അറിയാലോ, നമ്മൾ എത്രയോ തവണ ഇപ്പോൾ ചെയ്തു. എക്സ്പ്ലെയിൻ എനി 3 സ്റ്റാൻഡേർഡ് ടെസ്റ്റ് സിഗ്നൽ. സ്റ്റെപ്പ്, റാമ്പ്, പാരാബോളിക് നിങ്ങൾക്കറിയാം. അറിയാത്തവരുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോ ലെക്ചേഴ്സ് കാണുക, അതിൽ കൃത്യമായിട്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ സ്റ്റഡി സ്റ്റേറ്റ് എറർ in terms of Kp, Kv, Ka for a type 1 system when the input is unit step, unit ramp, unit parabolic. ഇന്ന് നമ്മൾ ആദ്യം ചെയ്തൊരു പ്രോബ്ലം ഉണ്ട്, അത് ടൈപ്പ് 0 സിസ്റ്റം ആണ്. ഇവിടെ ടൈപ്പ് 1 ആണെന്ന് മാത്രം. അപ്പോൾ അവിടെ എന്താ വ്യത്യാസം വരിക? ക്യാപിറ്റൽ എന്നിന് 0ക്ക് പകരം 1 കൊടുത്താൽ മതി, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ എനി 3 ടൈം ഡൊമൈൻ സ്പെസിഫിക്കേഷൻ വിത്ത് നീറ്റ് സ്കെച്ച്. 3 ടൈം ഡൊമൈൻ സ്പെസിഫിക്കേഷൻ ഏതൊക്കെയാണ്? നിങ്ങൾക്ക് അതിൽ ഡിലേ ടൈം, റൈസ് ടൈം, പീക്ക് ടൈം, സെറ്റിലിംഗ് ടൈം, പീക്ക് ഓവർഷൂട്ട്, ഈ 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കാം. അടുത്തത്, എക്സ്പ്ലെയിൻ സ്റ്റാറ്റിക് പൊസിഷൻ, വെലോസിറ്റി, ആക്സിലറേഷൻ, എറർ കോഎഫിഷ്യൻസ്. ഇനി അത് വീണ്ടും ഞാൻ പറയുന്നില്ല, ഇത് അടുത്ത ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. തൽക്കാലം ഇവിടെ ഞാനൊന്ന് ഒഴിവാക്കുവാണ്. അതും അടുത്തതിൽ വരുന്നതാണ്, അറിയാണ്ടതിൽ വന്നു പോയതാണ്. എക്സ്പ്ലെയിൻ എനി 3 ടെസ്റ്റ് സിഗ്നൽസ് യൂസ്ഡ് ഇൻ ടൈം ഡൊമൈൻ അനാലിസിസ്, ടൈം റെസ്പോൺസ് അനാലിസിസ്. അറിയാമെന്ന് വിചാരിക്കുന്നു. അടുത്തത്, ഒബ്റ്റെയിൻ ദ ടൈം റെസ്പോൺസ് അനാലിസിസ് ഓഫ് എ സെക്കൻഡ് ഓർഡർ സിസ്റ്റം വിത്ത് യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് സിഗ്നൽ ഇൻ അണ്ടർ ഡാംപ്ഡ് കണ്ടീഷൻ. അൺഡാംപ്ഡ്, അണ്ടർ ഡാംപ്ഡ്, ക്രിട്ടിക്കലി ഡാംപ്ഡ്, 3ഉം ഡെറിവേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അടുത്ത, ഒബ്റ്റെയിൻ ദ ടൈം റെസ്പോൺസ് ഓഫ് ഫസ്റ്റ് ഓർഡർ സിസ്റ്റം വിത്ത് യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട്. സ്റ്റെപ്പ് ഇൻപുട്ട് ചെയ്താണല്ലോ നമ്മൾ. അതായത് ചിലപ്പോൾ ചോദിക്കും സ്റ്റെപ്പ് റെസ്പോൺസ് ഓഫ്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഇങ്ങനെ ചോദിക്കാം ഇതേ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്പ് റെസ്പോൺസ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം, അല്ലെങ്കിൽ റാമ്പ് റെസ്പോൺസ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം, ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിലേക്ക് സ്റ്റെപ്പ്, റാമ്പ്, പാരാബോളിക് കൊടുക്കുമ്പം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ് ഇവർ പറയുന്നത്. പഠിച്ചു വയ്ക്കുക കേട്ടോ. അതും നമ്മൾ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അടുത്ത, ഡിറൈവ് ദ സ്റ്റഡി സ്റ്റേറ്റ് എറർ ഫോർ ടൈപ്പ് 2 സിസ്റ്റം വിത്ത് യൂണിറ്റ് റാമ്പ് ഇൻപുട്ട്. സ്റ്റഡി സ്റ്റേറ്റ് എറർ കണ്ടുപിടിക്കണം. ESS ടൈപ്പ് 2 സിസ്റ്റമാണ്. ടൈപ്പ് 2 സിസ്റ്റം വിത്ത് യൂണിറ്റ് റാമ്പ്. റാമ്പ് എന്ന് പറയുമ്പോൾ ഏത് കണ്ടുപിടിക്കുക? KV കണ്ടുപിടിക്കുക, ദെൻ ESS കണ്ടുപിടിക്കുക. അറിയാമെന്ന് വിചാരിക്കുന്നു. അടുത്തത് വീണ്ടും സെയിം ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ ടൈം റെസ്പോൺസ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം ഫോർ എ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട്. ചെയ്യാം, നേരത്തെ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ, വ്യത്യാസമില്ല. അപ്പം എന്തായാലും സ്റ്റെപ്പും റാമ്പും ഇമ്പൾസും 3ഉം പരീക്ഷയ്ക്ക് മാറി മാറി ചോദിക്കുന്നുണ്ട്, പഠിച്ചു വയ്ക്കാം. ഡിസ്ക്രൈബ് ദ ട്രാൻസിയൻ റെസ്പോൺസ് സ്പെസിഫിക്കേഷൻ എന്ന് വെച്ചാൽ ടൈം ഡൊമൈൻ സ്പെസിഫിക്കേഷൻസ് തന്നെ. അതാണ് ടൈം ഡൊമൈൻ സ്പെസിഫിക്കേഷൻ, വ്യത്യാസമില്ല. ഡിസ്ക്രൈബ് അബൌട്ട് ദ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് സിഗ്നൽ, സ്റ്റെപ്പ്, റാമ്പ്, പാരാബോളിക്, ഇമ്പൾസ്. പഠിക്കുക കേട്ടോ. അടുത്ത, ലിസ്റ്റ് ദി സ്റ്റാറ്റിക് എറർ കോഎഫിഷ്യന്റ്. വീണ്ടും Kp, Kv, Ka. അടുത്ത, ഫോർ എ യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് G of S equal to 10 into S plus 2 divided by S square into S plus 1. എന്താ ചോദിച്ചത്? Kp, Kv, Ka. അറിയാലോ, ഇക്വേഷനിൽ നേരിട്ട് കൊടുക്കുക. എസിന് 0 കൊടുത്താൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്തും എന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വിചാരിക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട് നമുക്ക് പറയാൻ. ഓക്കെ, അറിയാലോ അല്ലേ? Kp, Kv, Ka കണ്ടുപിടിക്കാൻ ജസ്റ്റ് ഒന്ന് ഞാനോട്ട് എഴുതാം. ലിമിറ്റ് S tends to 0, G of S എന്താണ്? 10 into S plus 2 divided by S square into S plus 1 അല്ലേ? S സ്ക്വയറിൻ്റെ ടേം താഴെ വന്നാൽ ഈ ഭാഗം എന്താവും? ഇൻഫിനിറ്റി അല്ലേ? എസിന് 0 കൊടുത്താൽ 10 into 2 20 എന്ന് വരും. താഴെ 0 കൊടുത്താൽ 20/0 ഇൻഫിനിറ്റി. ഇതേപോലെ തന്നെ
കെ വി കണ്ടുപിടിക്കാം. കെ വി ആകുമ്പോഴും ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. ലിമിറ്റ് എസ് ടെൻസ് ടു 0 എസ് ഇൻറ്റു ജി ഓഫ് എസ് എച്ച് ഓഫ് എസ്, അതായത് 10 ഇൻറ്റു എസ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് 1. എസ്സും ഇതും കട്ട് ചെയ്തു, എസ്സിന് 0 കൊടുക്കുക. ഇവിടെ എന്താവും? അത് വീണ്ടും ഇൻഫിനിറ്റി തന്നെ. അതേപോലെ കെ എ കണ്ടുപിടിക്കുക. കെ എ എന്താ വരിക? ലിമിറ്റ് എസ് ടെൻസ് ടു 0 എസ് സ്ക്വയർ ഇൻറ്റു ഫംഗ്ഷൻ 10 ഇൻറ്റു എസ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് 1. ഇതും കട്ട് ചെയ്തു. പിന്നെ എസ്സിന് 0 കൊടുത്താൽ 20/1. നമ്മുടെ ആൻസർ 20. ഇങ്ങനെതാണ് ചെയ്യാനുള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. ഇതും 8 മാർക്കിന് സ്ഥിരമായിട്ട് പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് ഒരിക്കലും അത് കളയരുത്, പഠിച്ചു വയ്ക്കുക. അടുത്തതും ഫൈൻഡ് ദ സ്റ്റഡി സ്റ്റേറ്റ് എറർ ഓഫ് എ യൂണിറ്റി ഫീഡ്ബാക്ക് ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം ഹാവിംഗ് ദ ഫോളോയിങ് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ സബ്ജക്റ്റഡ് ടു ഇൻപുട്ട് ഓഫ് 5tu of t. 5tu of t എന്നാണ് നിങ്ങളുടെ തന്നിരിക്കുന്നത് അല്ലേ. 5tu of t എന്ന് വെച്ചാൽ റാമ്പ് ഇൻപുട്ടാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടേക്ക് ഒരു റാമ്പ് ഇൻപുട്ട് സബ്ജക്റ്റ് ചെയ്താൽ എന്താണ് സംഗതി വരിക? എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? ഫൈൻഡ് ദി സ്റ്റഡി സ്റ്റേറ്റ് എറർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട് ചെയ്യുമ്പോൾ. നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ജി ഓഫ് എസ് 12.5 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 10. ഇതാണ് ജി ഓഫ് എസ്. യൂണിറ്റി ഫീഡ്ബാക്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? യൂണിറ്റി ഫീഡ്ബാക്ക് ആണ്, അതായത് എച്ച് ഓഫ് എസ് 1. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നോക്കാം. ശ്രദ്ധിച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു വ്യത്യാസമുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സാധാരണഗതിയിൽ സ്റ്റഡി സ്റ്റേറ്റ് എറർ ഇ എസ് എസ് ഈക്വൽ ടു എങ്ങനെ എഴുതുക? ലിമിറ്റ് എസ് ടെൻസ് ടു 0 എസ് ഇൻറ്റു ആർ ഓഫ് എസ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് എച്ച് ഓഫ് എസ് എന്നാണ് നമ്മൾ എഴുതാറല്ലേ. ഇവിടെ നിങ്ങളോട് പറഞ്ഞത് ആർ ഓഫ് ടി, അതായത് കൊടുക്കുന്ന ഇൻപുട്ട് 5tu of t എന്ന് കൊടുത്തു ആണല്ലോ. അപ്പോൾ ആർ ഓഫ് എസ് എന്താ വരിക? 5/s സ്ക്വയർ അല്ലേ. റാമ്പ് ഇൻപുട്ടിൻ്റെത് എസ് സ്ക്വയർ ആണ്. 5tu of t എന്ന് പറഞ്ഞാൽ 5/s സ്ക്വയർ. ഇനി നമ്മുടെ ഇ എസ് എസ് എന്ത് വരും? ഇ എസ് എസ് ഈക്വൽ ടു ലിമിറ്റ് എസ് ടെൻസ് ടു 0 എസ് ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് എന്താ വന്നത്? 12.5 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 10 എച്ച് ഓഫ് എസ് 1 എന്ന് കിട്ടി. ഇനി നമുക്കൊന്നുകൂടി എഴുതാം. ലിമിറ്റ് എസ് ടെൻസ് ടു 0, ഇവിടെ ഒരു എസ് ഇവിടെ ഒരു എസ് കട്ട് ചെയ്തു. ബാക്കി എന്താ ഉള്ളത്? 5/s ഡിവൈഡഡ് ബൈ ഇവിടെ എസ് ഇൻറ്റു എസ് പ്ലസ് 10, അതിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ എസ് ഇൻറ്റു എസ് പ്ലസ് 10 പ്ലസ് 12.5 ഓൾ ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 10. ഓക്കെ, ലിമിറ്റ് എസ് ടെൻസ് ടു 0 5 ഡിവൈഡഡ് ബൈ എസ് അല്ലേ. ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ എങ്ങനെയാണ് വരിക? ഇവിടെ എങ്ങനെയാണ് വരുന്നത്? ഇപ്പം 5/s ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് വരും? എസ് സ്ക്വയർ പ്ലസ് 10s പ്ലസ് 12.5 ഓൾ ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 10 എന്ന് നമുക്ക് എഴുതാം. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ എന്താ വരിക? 5/s അല്ലേ. 5/s ഡിവൈഡഡ് ബൈ എന്ത് വരും? എസ് സ്ക്വയർ പ്ലസ് 10s പ്ലസ് 12.5 ഓൾ ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 10 അല്ലേ. ഇവിടെ ഒരു എസ് ഉണ്ട്, ഇവിടെ ഒരു എസ് ഉണ്ട്, കട്ട് ചെയ്ത് കളയും. ബാക്കി എന്താ വരിക? 5 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 10s പ്ലസ് 12.5 ഓൾ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 10, അതായത് 5 ഇൻറ്റു എസ് പ്ലസ് 10 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 10s പ്ലസ് 12.5 എന്ന് നമുക്കിവിടെ കിട്ടിയോ? ഇനി നമുക്കൊന്ന് ലിമിറ്റ്സ് കൊടുക്കാം. ഇ എസ് എസ് ഈക്വൽ ടു
ലിമിറ്റ് എസ് ടെൻസ് ടു 0 എന്ത് വരും? മൊത്തം ഫംഗ്ഷൻ 5 ഇൻറ്റു എസ് പ്ലസ് 10 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 10s പ്ലസ് 12.5 ആണോ? ഇനി എസിന് 0 കൊടുത്താൽ എന്താ വരിക? 5 ഇൻറ്റു 0 പ്ലസ് 10 ഡിവൈഡഡ് ബൈ 0 പ്ലസ് 10 ഇൻറ്റു 0 0 പ്ലസ് 12.5 മുകളിൽ എന്ത് വരും? 50 ഡിവൈഡഡ് ബൈ 12.5 എത്ര വരും ആൻസർ? 12.50 ബൈ 12.5 അറൗണ്ട് 4 അല്ലേ? അപ്പോൾ ഇ എസ് എസ് എത്ര കിട്ടി? 4 എന്ന് കിട്ടി. ഇ എസ് എസ് 4 കിട്ടിയോ? അപ്പം ഇങ്ങനെയും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. സ്റ്റെപ്സ് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ചെയ്ത് പഠിക്കുക കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം. അടുത്തത് ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ സ്റ്റഡി സ്റ്റേറ്റ് എറർ ഫോർ ദ യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം. അതിന് ആ എക്സ്പ്രഷനും കൂടി ഒന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എഴുതിയതല്ലേ 5 ബൈ ആ സംഭവം. അതായത് എക്സ്പ്രഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് കേട്ടോ. എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇതാണ് സംഭവം. ഈ 5 ബൈ എസ് പ്ലസ് 10 ബൈ എസ് സ്ക്വയർ പ്ലസ് 10s പ്ലസ് 12 125 അല്ലേ? 12.5 ആണ്. 12.5 അതാണ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ സ്റ്റഡി സ്റ്റേറ്റ് എററും കണ്ടുപിടിച്ചത് ഒന്ന് പഠിച്ചു നോക്കാം. സംശയങ്ങളുള്ളവർക്ക് ചോദിക്കാം കേട്ടോ. അടുത്തത് ഇത് ബോർഡേ പ്ലോട്ട് അടുത്തതിൽ വരുന്നതാണ്, നമുക്ക് അവിടെ പറയാം. അടുത്തത് ഒബ്റ്റെയിൻ ദ റെസ്പോൺസ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം സബ്ജക്റ്റഡ് ടു യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് സിഗ്നൽ ആൻഡ് ഡ്രോ ദ റെസ്പോൺസ് കർവ്. ഞാൻ വീണ്ടും അത് പറയണ്ട, നിങ്ങൾക്കത് ചെയ്ത് വെക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. ഡിസ്ക്രൈബ് ദ ട്രാൻസിയൻറ്റ് റെസ്പോൺസ് സ്പെസിഫിക്കേഷൻ. ടൈം ഡൊമെയിൻ സ്പെസിഫിക്കേഷൻ തന്നെ. Obtain the first order response subjected to unit ramp input signal and draw the response curve. അറിയാലോ. Describe the standard test signal. അതും നിങ്ങൾക്കറിയാം. സ്റ്റെപ്പ്, റാമ്പ്, പാരാബോളിക് ഇമ്പൾസ്, മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ, ഡയഗ്രാം വരയ്ക്കുക, പരിപാടി തീർന്നു. അടുത്തത് എ യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം ഹാസ് എ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ജി ഓഫ് എസ്. അവിടെ സ്റ്റഡി സ്റ്റേറ്റ് എറർ കാണാൻ പറഞ്ഞു. സ്റ്റെപ്പ്, റാമ്പ്, പാരാബോളിക് അങ്ങനെ വന്നാൽ ആദ്യം എന്ത് ചെയ്യുക? സ്റ്റെപ്പിന് കറസ്പോണ്ടിങ് കെ പി, റാമ്പിന് കറസ്പോണ്ടിങ് കെ വി, പാരാബോളിക്കിന് കെ എ കണ്ടുപിടിക്കുക. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഇ എസ് എസ് അല്ലേ? ആദ്യത്തത് 1/1 പ്ലസ് കെ പി ഫോർ ദി സ്റ്റെപ്പ് ഇൻപുട്ട്, ഇ എസ് എസ് ഈക്വൽ ടു 1/kv ഫോർ ദി റാമ്പ് ഇൻപുട്ട്, അതുപോലെ ഇ എസ് എസ് ഈക്വൽ ടു 1/ka പാരാബോളിക് ഇൻപുട്ട്. മൂന്നും ചെയ്യുക, പഠിച്ചോളാം, നിർത്തുക, പരിപാടി കഴിഞ്ഞു. അടുത്ത വീണ്ടും ഡിഫൈൻ ദ ഫോളോയിങ് സ്റ്റാറ്റിക് പൊസിഷൻ, എറർ കോയിഫിഷ്യൻ, വെലോസിറ്റി, ആക്സിലറേഷൻ. എളുപ്പമാണല്ലോ, ഞാൻ പറയണ്ടല്ലോ. അടുത്തത് derive the time response of a typical first order underdamped system to the step input. ചെയ്യണം, പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, അത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. നമ്മൾ നേരത്തെയും പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ. എക്സ്പ്ലെയിൻ എനി 3 സ്റ്റാൻഡേർഡ് ടെസ്റ്റ് സിഗ്നൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ നീറ്റ് ഗ്രാഫ്. അറിയാലോ, ഞാൻ പറയണ്ട. അടുത്ത ക്വസ്റ്റ്യൻ എ യൂണിറ്റി ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം ഈസ് റെപ്രസെൻറ്റഡ് ബൈ open loop transfer function g of s is equal to 6 into s plus 1 divided by s square and s plus 2. Determine the steady state error. kp, kv, ka കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പരിപാടി തീർന്നു. അടുത്തത് സ്റ്റാറ്റിക് പൊസിഷൻ എറർ കോയിഫിഷ്യൻറ്റ്, സ്റ്റാറ്റിക് വെലോസിറ്റി, സ്റ്റാറ്റിക് ആക്സിലറേഷൻ എറർ കോൺസ്റ്റൻറ്റ്. ഇത് മൂന്നും പറ്റി എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലേ? കെ പി, കെ വി, കെ എ. അത് എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ഇ എസ് എസ് സ്റ്റാർട്ട് ചെയ്തങ്ങ് തുടങ്ങിക്കോളൂ കേട്ടോ, മാർക്കിനനുസരിച്ച്. 8 മാർക്കിനാണ് ചോദിച്ചതെങ്കിൽ ആദ്യം എന്താണ് സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് എഴുതുക, അതിൻ്റെ ഇക്വേഷൻ എഴുതുക, അതിലോട്ട് ഓരോ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എഴുതുക, കംപ്ലീറ്റ് ചെയ്യുക അല്ലോ. അത് വെറും ഈ 3 ഇക്വേഷൻ എഴുതി വെച്ചാൽ എല്ലാ ഇക്വേഷനും ഓരോ മാർക്ക് കിട്ടും, 3 മാർക്കേ കിട്ടും. അപ്പം മാർക്കിനനുസരിച്ച് എഴുതാൻ പഠിക്കുക.
അപ്പം സ്റ്റാറ്റിക് പൊസിഷൻ, സ്റ്റാറ്റിക് വെലോസിറ്റി, സ്റ്റാറ്റിക് ആക്സലറേഷൻ ചോദിച്ചാൽ ആദ്യം എന്താണ് സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് എഴുതുക, ഇക്വേഷൻ എഴുതുക. ആ ഇക്വേഷനിൽ ഓരോ ഇൻപുട്ടായിട്ട് നിങ്ങൾ സബ്ജക്റ്റ് ചെയ്യുക. അതിനുശേഷം ഉണ്ടാവുന്ന ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് തവണ ചർച്ച ചെയ്താണ് പഠിച്ചു വയ്ക്കുക. അടുത്തത് എക്സ്പ്ലെയിൻ പീക്ക് ടൈം ആൻഡ് സെറ്റിലിംഗ് ടൈം വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദി നീറ്റ് ഡയഗ്രാം. അറിയാലോ, പീക്ക് ടൈം ആൻഡ് സെറ്റിലിംഗ് ടൈം രണ്ടും നിങ്ങൾക്കറിയാം, കൃത്യമായി പഠിക്കുക. രണ്ടും നമ്മൾ നോട്ട് തന്നിട്ടുണ്ട്, പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്റ്റെയിൻ ദ റെസ്പോൺസ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം വെൻ ദി ഇൻപുട്ട് ഈസ് യൂണിറ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലോ. ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൽ സ്റ്റെപ്പ്, റാമ്പ്, ഇമ്പൾസ് ഇത് മൂന്നും കൊടുത്തിട്ട് വരുന്ന ചോദ്യങ്ങൾ എത്രയുണ്ട് എന്നൊരു ധാരണ കിട്ടിയല്ലോ. അപ്പോൾ എന്തായാലും ഈ മൊഡ്യൂളിൽ നിന്ന് ആ 3 എണ്ണവും നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക. അതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും, പഠിച്ചു വയ്ക്കാം. ഒരു ട്രാൻസിയൻ റെസ്പോൺസ് സ്പെസിഫിക്കേഷൻ പറയേണ്ട ആവശ്യം ഇല്ല എന്നാണ് എൻ്റെ തോന്നൽ. നമ്മളിപ്പോൾ അതും എത്രാമത്തെ തവണയപ്പം വന്നതെന്ന് അറിയാലോ. എക്സ്പ്ലെയിൻ സ്റ്റഡി സ്റ്റേറ്റ് എറർ ഓഫ് എ ക്ലോസ് ലൂപ്പ് സിസ്റ്റം. അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ESS = ലിമിറ്റ് S ടെൻസ് ടു 0 S × R of S ഡിവൈഡഡ് ബൈ 1 + G of S H of S എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ എത്തുമ്പം അതെങ്ങനെയാണ് പ്രൂഫ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ക്ലോസ് ലൂപ്പ് സിസ്റ്റം വരച്ചു, എറർ എന്ന് പറഞ്ഞാൽ ഇതാണ്, B of S എന്ന് പറയുന്ന സിഗ്നൽ ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡെറിവേഷൻ ഉണ്ട്. ആ ഡെറിവേഷനാണ് ഇവരെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡെറിവേഷൻ പഠിക്കാത്തവർ പഠിക്കുക. അതിൻ്റെയും വീഡിയോസ് ഈ ഒരു ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്തതാണ്, പഠിച്ചു വയ്ക്കുക. ഒബ്റ്റെയിൻ ദ സ്റ്റഡി സ്റ്റേറ്റ് എറർ ഫോർ എ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട്. അറിയാലോ, സ്റ്റെപ്പ് ഇൻപുട്ട് വരുമ്പം എങ്ങനെയാണ് 1/1 + KPയിലേക്ക് എത്തുന്നത് എന്നുള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിൽ 1 or 2 തവണ ചെയ്തതാണ്. അതുകൊണ്ട് അതും കൂടെ എന്ത് ചെയ്യുക, ഇതിൻ്റെ കൂട്ടത്തിൽ പഠിച്ചെടുക്കുക. ഓക്കെ ആണല്ലോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ 3ാമത്തെ മൊഡ്യൂളിൽ നിന്ന് കഴിഞ്ഞ ഒരു 4 വർഷം, ഏകദേശം എനിക്ക് തോന്നുന്നു 18 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ കളക്ട് ചെയ്തപ്പം അതിൽ നിന്ന് വന്ന 4 വർഷത്തെ ക്വസ്റ്റ്യൻസ് ഇത്രയുണ്ട്. അപ്പം ഈ ഒരു 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൃത്യമായിട്ടൊന്ന് പഠിച്ചുറപ്പിക്കുക. അതിൻ്റെതായ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു ഗുണം നിങ്ങൾക്കുണ്ട്. വളരെ പ്രാധാന്യമുള്ള ടോപ്പിക്കുകളാണ്. അതിൻ്റെതായൊരു ഗുണം നിങ്ങൾക്ക് എക്സാമിൽ കിട്ടും. അപ്പം ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ, പ്രത്യേകിച്ചും ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൻ്റെ സ്റ്റെപ്പ്, റാമ്പ്, പാരാബോളിക് വരുന്ന ഭാഗം, ടൈം ഡൊമൈൻ സ്പെസിഫിക്കേഷൻ 5 എണ്ണം കൃത്യമായി പഠിക്കുക. അതിൽ ഇക്വേഷൻസ് തന്നത്, ഇക്വേഷൻസും എഴുതണം, അത് പഠിക്കണം. പിന്നെ സ്റ്റഡി സ്റ്റേറ്റ് എററിൻ്റെ ഭാഗം, പിന്നെ സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിലെ അൺഡാംപ്ഡ്, അണ്ടർ ഡാംപ്ഡ്, ക്രിട്ടിക്കൽ ഡാംപ്ഡ്, ഇത് 3. ഈ ഭാഗങ്ങൾ സ്ഥിരമായിട്ട് വരുന്ന ചോദ്യങ്ങൾ വരുന്നൊരു ഏരിയയാണ്. അതുകൊണ്ട് അവിടുന്ന് മാർക്ക് കളയരുത്. അതുകൊണ്ട് കൃത്യമായി തന്നെ പഠിച്ചുറപ്പിക്കുക. നമ്മളുടെ ഇപ്പോഴത്തെ ഡേറ്റ് പ്രകാരം തന്നെ 16-ാം തീയതി, നവംബർ 16-നോ മറ്റോ ആണ് നമ്മുടെ എക്സാം വരുന്നത്. എന്തായാലും ചിലപ്പോൾ ഒരു ചേഞ്ച് വരുമോ നമുക്കറിയില്ല. ഇതുവരെ ഒഫീഷ്യൽ ഒരു സർക്കുലർ നമുക്ക് ഇറങ്ങാത്ത സ്ഥിതിക്ക് ഇതൊന്ന് നന്നായിട്ട് തന്നെ പഠിച്ച് ഉറപ്പിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു മൊഡ്യൂൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.